Good morning, all. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Prayer പറഞ്ഞോ. Prayer പറഞ്ഞോ. Sing പറയാം. Lord, as we start this day, we trust in your unfailing love and promise of safety and protection. Signing and thought of the day. Thought of the day. Parade. പറഞ്ഞോടാ. The harder you work for something, the greater you will feel when you achieve it. Signing. Signing. വേണ്ടല്ലേ ആരും? Okay. Ma'am, ഞാൻ പറയാം. Okay. ഐശ്വര്യ അല്ലേ? പറഞ്ഞോടാ. Good morning to all. Respect teachers, my dear friends. A warm welcome to our class. Let's make this academic year a great one together. Okay. Then എന്തായിരുന്നു എല്ലാരും കൂടി ഭയങ്കര ചർച്ച ചെയ്തല്ല ക്ലാസ്സിൽ വന്നപ്പോ? അത് ജിഷ മിസ്സിന്റെ ക്ലാസ്സിൽ ഒരു ഹെൽത്തിന്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടി അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചതാണ്. ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ടോ? എന്തോ ഗ്രൂപ്പ് ഉണ്ടോ? ഉണ്ട്. അതിലെല്ലാവരും ഒന്നൊരു വോയിസ് പറഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. ഇന്നതാണ് ടോപ്പിക്. ഇപ്പൊ നമ്മള് ഡെയിലി എടുക്കുന്ന ക്ലാസ്സിൽ ആദ്യം ഒരാളൊന്ന് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യാറില്ല. വരാത്തവര് എന്താ ക്ലാസ്സിൽ പഠിപ്പിച്ചത് എന്താന്ന് ചോദിക്കും. അപ്പൊ ആരെങ്കിലും റിപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷെ ഇന്നലെ ഞാൻ ചോദിച്ചിട്ട് ആരും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അതായത് ഇതിൽ ചോദിച്ചത് ഇന്നലെ ജോബ് സാറിന്റെ ക്ലാസ് ഇന്നലെ ഞാൻ കേറിയില്ലായിരുന്നു ക്ലാസ്സിന്. എടുത്തോണ്ട് ഭയങ്കര ഇതൊക്കെയായിരുന്നു. അപ്പൊ ജിഷാമിസിന്റെ എനിക്ക് തോന്നുന്നത് സർവേ ആണെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് വീടുകൾ സെലക്ട് ചെയ്ത് ആ വീടുകളിൽ സർവേ കണ്ടക്ട് ചെയ്ത് അവിടുത്തെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്ത് അതിനെ കുറിച്ച് ഒരു സർവേ കണ്ടക്ട് ചെയ്യാനില്ലേ? അതെ അതെ. ഇനി വേറൊരു സർവേ കൂടി വരുന്നുണ്ട് നമുക്ക്. അത് അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ജസ്റ്റ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് കണ്ടക്ട് ചെയ്യുന്ന. ഓക്കെ ഓക്കെ. Then അമീഷ അല്ലെ എന്നൊരു പേര്? ഓക്കെ. സംസാരിക്കില്ലേ മാം? ആദ്യം ഒരു ക്ലാസ്സിൽ കയറുന്നേ എന്ത് പറ്റി? ജോയിൻ ചെയ്ത് എപ്പോഴാ ജോയിൻ ചെയ്തേ? ഓക്കെ. നമ്മള് ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ഞാൻ ഫസ്റ്റ് യൂണിറ്റ് എടുത്തിട്ടുണ്ട്. അതൊന്ന് റെക്കോർഡ് ക്ലാസ് കാണണം. സിമ്പിൾ ആണ്. പുതിയ ചാപ്റ്റർ ആണ് എടുക്കുന്നത്. പിന്നെ ലാസ്റ്റ് ക്ലാസ്സിലത്തെ കുറച്ച് ആക്ടിവിറ്റീസുമാണ് കുട്ടികൾ ചെയ്യുന്നത്. നമുക്ക് എല്ലാ ചാപ്റ്റർ വൈസും നമുക്ക് ചാപ്റ്ററിൽ നിന്നും എന്ത് കൊടുക്കാറുണ്ട്? ആക്ടിവിറ്റീസ് കൊടുക്കാറുണ്ട്. മേ ബി അത് സെമിനാർ ആയിരിക്കാം, അസൈൻമെന്റ് ആകാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ ചാപ്റ്റർ വൈസ് കൊടുക്കും. അപ്പൊ അത് കുട്ടികൾ അത് പ്രസന്റ് ചെയ്യും കേട്ടോ. അപ്പൊ പേടിക്കാനൊന്നുമില്ല. നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെയാണ് കൊടുക്കാറ്. സോ നമുക്ക് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാലോ. എല്ലാരും പരിചയമൊക്കെ പെട്ടോടാ അമീഷ? ഓക്കേടാ. ഓക്കെ. അപ്പോ ഫ്രണ്ട്സിന് നമ്പർ കൊടുത്താൽ മതി. അവർ ഗ്രൂപ്പിലേക്കൊക്കെ ആഡ് ചെയ്തോളൂ കേട്ടോ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഫസ്റ്റ് എയ്ഡ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഞാൻ
എടുക്കാൻ പോകുന്ന നെക്സ്റ്റ് പോർഷൻ ഫസ്റ്റ് എയ്ഡ് ആണ്. നമ്മള് അസുഖങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുട്ടികളെ സംബന്ധിച്ച് ഇടയ്ക്ക് എന്തെങ്കിലും ചെറിയ ആക്സിഡന്റ് ഒക്കെ പറ്റൂലേ? നമുക്ക് സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പറഞ്ഞോ. മിസ്സിന്റെ ക്ലാസ് ആണോ? അതെ, ആണല്ലേ. ഇംഗ്ലീഷ് ആർന്നല്ലേ? ജോബ് സാറ് ലീവാണ്. അപ്പൊ നമുക്ക് ചില ക്ലാസ് അഡ്ജസ്റ്റ്മെന്റ്സ് വരും. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ടീച്ചേഴ്സ് വരുന്നത്. അഡ്ജസ്റ്റ്മെന്റിൽ ടീച്ചേഴ്സ് കയറും. ഓക്കെ. സാറ് ലീവാണ്. അപ്പൊ അതുകൊണ്ടാണ്. അപ്പോ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചിട്ടാണ്. അപ്പോ ഒരു സ്കൂളില് ആക്സിഡൻസ് സംഭവിക്കുക എന്ന് പറയുന്നത് നാച്ചുറലി ഒക്കർ ചെയ്യുന്ന ഒരു ഇവന്റ് ആണ്. സംടൈംസ് കുട്ടികൾ തമ്മിൽ ചെറിയ പുഷും പുള്ളും കാരണമൊക്കെ എന്താണ് മേ ബി ചെറിയ ചെറിയ ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ വരും. സോ ഫസ്റ്റ് എയ്ഡ് എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് given to the injured person. ആ ഇൻജേർഡ് പേഴ്സണ് നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന ആ ഒരു ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എയ്ഡ് പ്രോപ്പർ ട്രീറ്റ്മെന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർ ട്രീറ്റ്മെന്റ് അല്ല, ജസ്റ്റ് ഒരു റിലീഫ്സ് ആണ്. ആക്ച്വൽ മെഡിക്കൽ എയ്ഡ് കിട്ടുന്നത് വരെയും ആ ഒരു വ്യക്തിക്ക് ഒരു ചെറിയൊരു റിലീഫാണ് എന്ത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. സപ്പോസ് ഒരു വ്യക്തി നെഞ്ചുവേദനയായിട്ട് അല്ലെങ്കിൽ നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞു അൺകോൺഷ്യസ് ആയി. സോ നമ്മൾ ബ്രീത്ത് ചെക്ക് ചെയ്തപ്പോൾ ബ്രീത്ത് ചെയ്യുന്നില്ല. പൾസ് നോക്കിക്കഴിഞ്ഞപ്പോ പൾസും കുറവാണ്. സോ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കും? അറിയോ ആർക്കെങ്കിലും? ഇല്ല, ഞാൻ പറയാട്ടോ. CPR എന്ന് കേട്ടിട്ടുണ്ടോ? കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ. ഹാർട്ട് വീണ്ടും ഹാർട്ടിൽ നിന്നും ബ്ലഡ് പ്രോപ്പർ ആയിട്ട് പമ്പ് ചെയ്യാതെ വരുമ്പോഴാണ് ആ ഒരു പ്രശ്നം. ബ്രെയിനിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ ആണത്. ജസ്റ്റ് അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു CPR കാര്യങ്ങളും ഇമ്മീഡിയറ്റ്ലി കൊടുക്കുന്നത്. ഇനി വേറൊരു സിറ്റുവേഷൻ പറയാണ്. ഒരാളുടെ ഈ പ്ലഗ് ഒക്കെ കണ്ട് പ്ലഗിൽ നിന്ന് ടച്ച് ചെയ്തപ്പോൾ പെട്ടെന്ന് ഷോക്ക് അടിച്ചു. സോ ആള് നോക്കിയപ്പോ കോൺഷ്യസ് അല്ല. പൾസ് ചെക്ക് ചെയ്തപ്പോ പൾസ് ഉണ്ട്. പൾസ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ എന്താണ് പൾസ് ഉണ്ട്, ബട്ട് എന്തില്ല, ബ്രീത്ത് ചെയ്യുന്നില്ല. കോൺഷ്യസ് അല്ല, ബ്രീത്ത് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കും? CPR. പൾസ് ഉണ്ട്, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പൊ എന്ത് കൊടുക്കും? നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്താണ് നമ്മൾ ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്നത്. മറ്റേ നമ്മള് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ആണ് കൊടുക്കുന്നത്. കൃത്രിമ ശ്വാസം. നമ്മളെ വായുവിലൂടെ ശ്വാസം കൊടുക്കുന്നു. ഓക്കെ. അപ്പൊ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കും. റെസ്പിറേഷൻസ് മനസ്സിലായല്ലോ? നമ്മൾ ഡീറ്റെയിൽ നോക്കുന്നുണ്ട്. ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഏതൊക്കെ സിറ്റുവേഷൻ ആണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത് എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന ആ ഒരു ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ശരിക്കും അതൊരു ആക്ച്വൽ ട്രീറ്റ്മെന്റ് അല്ല, ആക്ച്വൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് അല്ല. നമ്മൾ ആ ഒരു ആക്സിഡന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റിന്റെ ആ ഒരു വ്യാപ്തി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഒരാൾ റീഡ് ചെയ്യോ? ഫസ്റ്റ് പാരഗ്രാഫ്. First aid. It is natural to have accidents in schools. It is required that before actual medical aid can be pursued, something has to be done to the injured. This kind of treatment is called first aid. First aid is not a proper treatment. It is a relief given to the patient before proper treatment by a doctor is made available. First aid is defined as the treatment that is given on the spot before the actual medical aid is reached. നമ്മള് ആക്സിഡന്റ് കേസുകളിലൊക്കെ നമ്മൾ പറയുമ്പോൾ ആ ഫസ്റ്റ് അവേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗോൾഡൻ അവേഴ്സ് എന്നൊക്കെ പറയും. ആക്സിഡന്റിൽ നമ്മൾ പറയുന്ന ആ ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ ആക്സിഡന്റ് സംഭവിച്ച ആദ്യ 2 മണിക്കൂറുകൾ ഗോൾഡൻ അവേഴ്സ് ആണ്. കാരണം ആ ഒരു പേഷ്യന്റിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, അല്ലെങ്കിൽ ആ ഒരു ലൈഫും എന്താണ് ഡെത്തും തമ്മിലുള്ള ഒരു അകലം
നിർണ്ണയിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈമാണ് ഈ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ഗോൾഡൻ അവേഴ്സിൽ കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടി എങ്കിൽ എന്താണ്, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഫസ്റ്റ് എയ്ഡ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ജീവൻ രക്ഷപ്പെടാനായിട്ട് എളുപ്പമായിരിക്കും. അല്ല പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റോ മെഡിക്കൽ എയ്ഡോ അവൈലബിൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി മരണം സംഭവിക്കും. അപ്പൊ നമ്മള് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന ആ ഒരു ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എയ്ഡ് ആ ഒരു സ്പോട്ടില് എവിടെയാണോ ഒരു ആക്സിഡന്റ് സംഭവിച്ച് ആ ഒരു സ്ഥലത്ത് വെച്ച് തന്നെ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ്. ആക്ച്വൽ മെഡിക്കൽ എയ്ഡ് എത്തുന്നതിന് മുമ്പ് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ്. നോട്ട് എ പ്രോപ്പർ ട്രീറ്റ്മെന്റ്. പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ല, പേഷ്യന്റിന് ചെറിയ റിലീഫ് ആണ്. ആ ഒരു ആക്സിഡന്റിന്റെ ആ വ്യാപ്തി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ റിലീഫാണ് ഏത്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഫസ്റ്റ് എയ്ഡ് മനസ്സിലായോ? ആരുടെയൊക്കെ വീട്ടിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട്? ഫസ്റ്റ് എയ്ഡ് ബോക്സ് സേതു, മുംതാസ്, അച്ചു, ഓക്കെ, ഐശ്വര്യ, ഓക്കെ, എല്ലാവരും വീട്ടിലുണ്ടല്ലോ. ഓക്കെ, എന്തൊക്കെയുണ്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സില്? കോട്ടൺ, ഡെറ്റോള്, പിന്നെ മുറിയിൽ കിടക്കുന്ന മരുന്ന്, നൈഫ്, പിന്നെ കോട്ടൺ തുണി, മുറി കെട്ടാനുള്ള തുണി, കത്രിക, സിസേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് ഇൻ സ്കൂളുകളിലെ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിനെ കുറിച്ച് നോക്കുന്നേ. സ്കൂൾ ആർ എക്സ്പെക്ടഡ് ടു കീപ് adequate number of first aid kits. നമ്മൾ സ്കൂളുകളിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത്ര നമ്പർ ഓഫ് ഫസ്റ്റ് എയ്ഡ് കിറ്റ്സ് കീപ്പ് ചെയ്യണമെന്നുണ്ട്. ഇത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസിന് കൂടുതലാണെങ്കിൽ നേഴ്സിംഗ് അസിസ്റ്റന്റ് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ. ദി സർവീസ് ഓഫ് എ നേഴ്സിംഗ് അസിസ്റ്റന്റ് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ. എല്ലാ സ്കൂളുകളിലും എനിക്ക് തോന്നുന്നു 1000 എബോവ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിലാണ് നേഴ്സിംഗ് അസിസ്റ്റന്റ് കമ്പൽസറി ആയിട്ട് വേണ്ടത്. The following are the essentials to be included in the first aid kit. താഴെ പറയുന്നത് ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട എസെൻഷ്യൽസ് ആണ്. കോട്ടൺ ബോൾ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, പഞ്ഞിയാണ്. ടേപ്പ്, നിങ്ങള് മുറിവിലൊക്കെ ഇങ്ങനെ റോൾ ചെയ്യുന്ന ടൈപ്പ് ടേപ്പാണ്. ബ്രഷ് എന്ന് പറഞ്ഞാല് മേ ബി പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രഷ് ആണ് ഉദ്ദേശിക്കുന്നത്. റോളർ ബാൻഡേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതാണ് റോളർ ബാൻഡേജ്. ഓക്കെ, കണ്ടിട്ടില്ലേ ഇത്? ഓക്കെ, സേഫ്റ്റി പിൻ പറയുന്നുണ്ട് നമ്മുടെ കയ്യില്. സേഫ്റ്റി പിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് എന്തെങ്കിലും കൂർത്തതോ അങ്ങനെ എന്തെങ്കിലും കാലിലേക്ക് ഇങ്ങനെ കുത്തി നിൽക്കുകയാണെങ്കിൽ അത് വെച്ച് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ട്രയാങ്കുലർ ബാൻഡേജ് എന്ന് പറയുന്നത് നമ്മള് കൈ ഒടിവൊക്കെ വന്നു കഴിഞ്ഞാല് ഹോസ്പിറ്റലിലേക്ക് പോകണമല്ലോ, ആ സമയത്ത് നമുക്കൊരു ചെറിയൊരു റിലീഫ്, കൈക്ക് ചെറിയ റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മള് കൈ കെട്ടി വെക്കുന്ന ഒരു ബാൻഡേജ് ആണ് ഈ ട്രയാങ്കുലർ ബാൻഡേജ് എന്ന് പറയുന്നത്. കണ്ടോ, കൈക്ക് ഇങ്ങനെ ഒടിവോ ചതവോ ഒക്കെ ഉണ്ടെങ്കിൽ കൈക്ക് കുട്ടികളെ പോയി ഇരിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒടിവോ ചതവൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് ഇങ്ങനെ താഴ്ത്തിയിടുന്നതിന് നല്ലത് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മളിങ്ങനെ കവർ ചെയ്യുന്ന ഒരു ബാൻഡേജ് ആണ് ട്രയാങ്കുലർ ബാൻഡേജ്. ഓക്കെ, ക്ലിയർ ആണോ? ട്രയാങ്കുലർ ബാൻഡേജ് അധികം കണ്ടിട്ടുണ്ടാവില്ല അല്ലെ? നീഡിൽസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ സിസേഴ്സ് നിങ്ങൾക്ക് അറിയാം. ഒലിവ് ഓയില് പൊള്ളലല്ലേ, നമ്മള് കൈയൊക്കെ പൊള്ളിക്കഴിഞ്ഞാൽ നല്ലതാണ് ഒലിവ് ഓയില്. നമ്മളത് കൈ പൊള്ളിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് തൊട്ട് കൊടുക്കുന്നത് നല്ലതാണ്, പൊള്ളലിന്റെ ആ ഒരു ഇത് കുറയാൻ വേണ്ടിയിട്ട്. ഹെവി ആയിട്ടുള്ള ബേൺസ് അല്ല, സ്ലൈറ്റ് ആയിട്ടുള്ള ബേൺസ് ഉണ്ടായിരുന്നു. പ്ലിന്റേഴ്സ്, ട്വിസർ എന്ന് പറയണതേ, ഇങ്ങനൊരു സാധനമാണ്. നമ്മള് ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും കാലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണിത്. കണ്ടിട്ടുണ്ടോ? ഇത് ഷോപ്പിംഗ് ആണ് പോയത്, ഹോസ്പിറ്റൽ കണ്ടിട്ടുള്ളത്? ഹോസ്പിറ്റൽ കണ്ടിട്ടുണ്ട്, ലാബിലൊക്കെ ഉണ്ടാവൂലേ? ആ
ഓക്കെ, നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ദെൻ ക്രോണിക് ലിങ്ക് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ബാൻഡേജ് ആണ്. മുറിപ്പൊടി ഉള്ള ഒരു ടൈപ്പ് ബാൻഡേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ക്രോണിക് ലിങ്ക് ബാൻഡേജ് എന്ന് പറയും. അതൊരു ടൈപ്പ് ഓഫ് ബാൻഡേജ് ആണ്. ക്രോണിക് ലിങ്ക് ടൈപ്പ് ഒരു ബാൻഡേജ് ആണ് ട്ടോ. പിന്നെ സ്പ്ലിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടീച്ചേഴ്സ് പോലെ തന്നെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് വേറെ എന്താ പറഞ്ഞത്? കാണുന്നുണ്ടോ നിങ്ങള്? എന്ന് വെച്ചാല് എന്തെങ്കിലും ഷാർപ്പ് ആയിട്ടുള്ള നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ റിമൂവ് ചെയ്യാനായിട്ടാണ് സ്പ്ലിന്റർ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അത് തീരെ ചെറുതൊക്കെ ഇങ്ങനെ നൈസായിട്ട് നമ്മള് ജസ്റ്റ് അങ്ങനെ അത് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ പറയുന്നത് സോൾട്ട് ആണ്. സോൾട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് വെച്ചാല് ജസ്റ്റ് നമ്മള് പെട്ടെന്ന് പ്രഷറൊക്കെ ലോ ആയിട്ട് ഇട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സോൾട്ട് നല്ലതാണ്. കാർബോളിക് ആസിഡ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് കാർബോളിക് ആസിഡ് സൊല്യൂഷനും സോഡിയം ബൈകാർബണേറ്റും ഒക്കെ യൂസ് ചെയ്യുന്നത്. വിനെഗർ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആന്റിസെപ്റ്റിക് ആണ്. നമ്മള് മുറിവൊക്കെ ഉണ്ടെങ്കിൽ അത് സ്പിരിറ്റിന് പകരം യൂസ് ചെയ്യാം. നമുക്ക് വിനെഗർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നാച്ചുറൽ ആയിട്ടുള്ള ആന്റിസെപ്റ്റിക് ലോഷൻ ആണ് വിനെഗർ. സ്പൂൺ ജസ്റ്റ് അത് അവിടെ മിക്സിങ്ങിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. ടിഞ്ചർ ഓർ അയഡിൻ ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ടിഞ്ചർ ആൻഡ് അയഡിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മള് കഷായമല്ല കുഴമ്പുകൾ ഉണ്ടല്ലോ, അതിനെയാണ് പറയുന്നത്. നമുക്ക് ചതവൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മള് മുറിവേനൊക്കെ പറ്റും. ഞങ്ങളുടെ നാട്ടില് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കുഴമ്പാണ് മുറിവേന. കേട്ടിട്ടുണ്ടോ അത്? ചതവൊക്കെ ഉണ്ടെങ്കില് കേട്ടിട്ടുണ്ട്. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. റെഡ് കളറിലിരിക്കും. ആ, ഡിഫറെന്റ് ആയിരിക്കും ഓരോ സ്ഥലത്തും മുറിവെള്ളം ഇൻക്ലൂഡ് ചെയ്യും. അപ്പോ ഇത് നമ്മൾ എന്ത് ചെയ്യും? ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ വേണം എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം എല്ലാവരുടെ വീട്ടിലും ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉള്ളത് നല്ലതാണ്. എല്ലാവരും ഇനി നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ തന്നെ അത് നമുക്ക് തന്നെ വീട്ടിലൊരു മുറിവാണെങ്കിൽ പോലും നല്ല രീതിയിൽ അത് ഡ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സ് വേണം. അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മളിപ്പോ ചെറിയ ആക്സിഡന്റ് ആണെങ്കിൽ പോലും പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് പെട്ടെന്ന് ആ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കണം. നമുക്കല്ല, വീട്ടിൽ ബാക്കി ആർക്കും എന്തെങ്കിലും ചെറിയ മുറിവാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് കഴിക്കുന്ന സ്ഥലത്തായിരിക്കും. നമുക്കൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലാണ് ആരെങ്കിലും ഒരു ചെറിയ കോട്ടൺ എടുക്കാൻ പറഞ്ഞാൽ പോലും അവർക്ക് എവിടെയാണ് അത് ഇരിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. സോ അപ്പൊ എല്ലാവരും വീടുകളിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എല്ലാവർക്കും വിസിബിൾ ആകുന്ന ഒരു പ്ലേസിൽ അത് എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഉള്ളവര് അത് മെയിൻറ്റെയിൻ ചെയ്യാം. അതിൽ വേണ്ട ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ആഡ് ഓൺ ചെയ്യാം. ഇതൊരു ആക്ടിവിറ്റി അല്ല, നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. 1 മിനിറ്റ്. അപ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് പ്രിപ്പയർ ചെയ്യണം എല്ലാവരും കേട്ടോ. ആക്ടിവിറ്റി ഒന്നല്ല, നമ്മളുടെ ഒരു എന്താ പറയാ, നമുക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ എല്ലാവരും ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ്
പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി ലാസ്റ്റ് ക്ലാസ്സിൽ സെമിനാർ എടുക്കാത്തവരൊന്ന് പേര് പറയോ? രഞ്ജിനി, പിന്നെ ഇന്ദു, സെക്കൻഡ് ഇന്ദു, തേർഡ് രേവതി, ഫോർത്ത് ഐശ്വര്യ, ഐശ്വര്യ, സിക്സ്ത് അല്ല ഫോർത്ത് ഐശ്വര്യ, ഫിഫ്ത്ത് മുംതാസ്, ഫോർത്ത് ദിവ്യ അല്ലേ മാം? ആരാണ്? ദിവ്യ ഇല്ലാത്തല്ലേ? ഐശ്വര്യക്കും ദിവ്യ ഞാൻ കാണുന്നില്ലടാ, സോറിയടാ. ദിവ്യ കേട്ടാ, ദിവ്യ കഴിഞ്ഞിട്ട് ഐശ്വര്യ, ഐശ്വര്യ കഴിഞ്ഞിട്ട് മുംതാസ്, ആതിര. റസീന ഉണ്ടായിരുന്നു. റസീന എവിടെയാണ്? പേര് അയച്ചാടാ? ആ ഞാൻ ഫസ്റ്റ് അയച്ചു. നമ്മൾ ഇന്നലെ സെമിനാർ എടുത്തതിൽ ലാസ്റ്റ് ഞാനായിരുന്നു. ആ സമയമാണ് കട്ടായത്. ആണോ? അപ്പൊ കോൾ കട്ടായതിനു ശേഷം ഞാൻ രണ്ടാമത് മെസ്സേജ് ഇട്ടില്ല. ആണോ? സോറിയടാ. ഞാൻ മോന്റെ പേരെന്താണ്? റസീന. റസീന. ആ റസീന. സ്ക്രീനിൽ ഐഷ എന്ന് കാണിക്കും. ഓർമ്മയില്ലടാ, എനിക്ക് റസീനയുടെ കാര്യം ഓർമ്മയില്ല. ആതിര, ഷബിയ എന്നാണ് പേര്, പറയോ? ഷൈബ. ഓക്കെ. ഞാൻ ഓർഡർ റസീനയുടെ സ്പെല്ലിംഗ് ഒന്ന് പറയോടാ? RASEENA. നികിത. ലാസ്റ്റ് നികിത. ഇത്രയും പേരല്ലേ ഉള്ളൂ? ഓക്കെ. നമുക്ക് ഇന്നൊരു റസീന മോനെ അയച്ചു, ഐശ്വര്യക്ക് ഷിബു. ഓക്കെ ഐശ്വര്യ, നമുക്ക് ഇന്ന് ഒരു ആക്ടിംഗ് ലീഡർ വേണമല്ലോ ഇന്നത്തെ ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഒരാള്. ഈ സെമിനാർ എടുക്കുന്ന ആളോ പാടില്ല, അല്ലാത്ത ഒരാൾ വേണം. അല്ലാത്തൊരാൾ നമുക്ക് എടുക്കാറുണ്ട്. ഇല്ലാത്തൊരാൾ പറഞ്ഞേ. ഒരു ലീഡർ ആയിട്ട് ജസ്റ്റ് വൺ ഡേ. നയന ഇന്നലെ എടുത്തല്ലേ? അതെ മാം, ഞാൻ എടുത്തു. അപ്പൊ നയനനെ നമുക്ക് ജസ്റ്റ് ഒരു ആക്ടിംഗ് ലീഡർ ആക്കിയാലോ? ഓക്കെ. ഓക്കെ. അപ്പൊ നയന മോനാണ് ക്ലാസ് കോർഡിനേറ്റ് ചെയ്യേണ്ടത്. ഞാൻ ഉണ്ടാകും, എന്നാലും ഇവരെ ഓർഡറിൽ ഈ പേര് ഞാൻ വായിക്കും. ആ ഒരു ഓർഡറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അവർ ആ ഓർഡറിൽ തന്നെ കുട്ടികൾ ചെയ്തോളും. ഈ ഒരു ഓർഡറിൽ ഇവര് സെറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഒന്ന് നോക്കണം കേട്ടോ. നമുക്ക് അടുത്ത പ്രാവശ്യം സെമിനാർ കണ്ടക്ട് ചെയ്യുമ്പോൾ അടുത്തൊരാളെ ലീഡർ ആക്കാം കേട്ടോ. മിനിറ്റ് ഞാൻ അയക്കുന്നുണ്ട്, ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഓക്കെ 11 പേരിട്ടാടാ. ശരി. അല്ല നയന ഓർഡർ കറക്റ്റ് അല്ലേ? എല്ലാവരും നോക്കി. ഞാൻ വെച്ചിരിക്കുന്ന ഇത്രയും പേരെ പേര് വന്നിരിക്കുന്നത് കേട്ടോ. എന്റെ പേരില്ലേ? രഞ്ജിനി ഇല്ലേ? രഞ്ജിനി ഇല്ലേ? രണ്ടാമത്തെ രഞ്ജിനി ആയിരുന്നല്ലേ? ഓക്കെ, സോറി ഞാൻ ടൈപ്പ് ചെയ്തില്ല. ഞാൻ എഡിറ്റ് ചെയ്തിട്ട് 1 മിനിറ്റ് കോപ്പി ചെയ്തിട്ട്. ഞാൻ രണ്ടും തന്നെയായിട്ട് ഇടുന്നത് രഞ്ജിനി. ഞാനേ
ടൈപ്പ് ചെയ്ത ചിലപ്പോൾ മാറി ഓർഡർ മാറും. അപ്പൊ 12 പേരുണ്ടാ. നോക്കിയാൽ മതി കേട്ടോ. അത് വെച്ചാല് റസീന, രഞ്ജിനി, ഇന്ദു, രേവതി, ദിവ്യ, ഐശ്വര്യ, മുംതാസ്, ആദ്യ, ശബ്ദ, അങ്ങനെ ആ ഒരു ഓർഡർ നോക്കിയാൽ മതി. സെമിനാർ എടുക്കാം കേട്ടോ. ആദ്യം റസീന സ്റ്റാർട്ട് ചെയ്തോടാ. ഗുഡ് മോർണിംഗ് ടു ഓൾ ആൻഡ് ഗുഡ് മോർണിംഗ് ടു അവർ മാം. എന്റെ ഇന്നത്തെ ടോപ്പിക് ഡെങ്കു ആണ്. is a viral infection that is spread from mosquitoes to people. ഇതൊരു വൈറസ് ഇൻഫെക്ഷൻ ആണ്. ഇത് കൊതുകളിൽ നിന്നാണ് മനുഷ്യർക്ക് പകരുന്നത്. ഇറ്റ് ഈസ് മോർ കോമൺ ഇൻ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ദാൻ ഇൻ ടെമ്പറേറ്റ് ക്ലൈമറ്റ്. ഇത് ശീതോഷ്ണ മേഖലകൾ ആ ഒരു ടെമ്പറേച്ചർ ക്ലൈമറ്റിലാണ് ഇത് കാണുന്നത്. ഇത് കെട്ടിക്കിടക്കുന്ന വെള്ളം, ചിരട്ടകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം, അങ്ങനെയൊക്കെ കൊതുകുകൾ മുട്ടയിട്ട് ഇത് പകരണം. മോസ്റ്റ് പീപ്പിൾ ഹു ഗെറ്റ് ഡെങ്കു ഡു നോട്ട് ഹാവ് സിംറ്റംസ്. മാക്സിമം ജനങ്ങൾക്ക് ഇത് സിംറ്റംസ് ഇല്ലാതെയും കാണപ്പെടും. ഹൈ ഫീവർ, ഹെഡ് ടാക്ക്, ബോഡി ആക്സ്, നോസി, റാഷ്, ഇത് കഠിനമായ പനി, തലവേദന, ശരീരവേദന, ഓക്കാനം, ഇത് ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് ആണ് ഇത് കാണിക്കുന്നത്. ഡെങ്കു ഫീവർ ഇസ് കോസ്ഡ് വൺ ഓഫ് യുവർ 5 ഡെങ്കു വൈറസ് ആർ ദാറ്റ് ക്യാരീഡ് ബൈ മസ്കിറ്റോസ് ദെൻ ഡെങ്കു വൈറസ്. ഡെങ്കു വൈറസ് പകർത്തണ 5 കൊതുകുകളിൽ നിന്ന് ഒന്നാണ് ഇത് പകർത്തണത്. ഇതിനെ ഏഡിസ് ഈജിപ്ത് എന്ന് പറഞ്ഞ തരത്തിലുള്ള കൊതുകുകളാണ് ഇതിനെ പകർത്തണത്. ഇൻ അഡീഷൻ ഡെങ്കു ഫോർം എ പ്രസൻസ് വിത്ത് എക്സ്റ്റേണൽ ആൻഡ് അൺയൂഷ്വൽ മാനിഫെസ്റ്റേഷൻ എഫക്റ്റിംഗ്. ഇത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഓർഗൻസുകളെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻക്ലൂഡിങ് ദ ഹാർട്ട്, ലിവർ, കിഡ്നി ആൻഡ് ബ്രെയിൻ. ഇതുപോലുള്ള എല്ലാ ഓർഗനുകളെയും ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് ഹൈ ഫാറ്റ് ഉള്ള ഫുഡ്, ഗ്രേസി ഫുഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ വളരെ പാടാണ്. അങ്ങനെ ഡൈജസ്റ്റ് ഇഷ്യൂസും ഉണ്ടാക്കും. ഓക്കാനം, ഛർദ്ദൽ, അങ്ങനത്തെ ഇഷ്യൂസും ഉണ്ടാക്കും. പിന്നെ ഇതിനു വേണ്ടി നമ്മൾ എടുക്കണത് പാരസിറ്റമോൾ ടാബ്ലറ്റ് ആണ് ഇതിനു വേണ്ടി നമ്മൾ എടുക്കണത്. ഇത് നമ്മുടെ മസ്കിൾ പെയിൻ ആൻഡ് ഫീവർ ഇതൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ. അങ്ങനെ കൺട്രോൾ ചെയ്യാം. പിന്നെ ബെഡ് റെസ്റ്റ് എടുത്ത് നമ്മുടെ ശരീരം ഡീഹൈഡ്രേഷൻ ആവാതെ ശരീരത്തിൽ വെള്ളത്തിന്റെ അംശം ഉള്ള രീതിക്ക് നമ്മൾ നോക്കി ബെഡ് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ക്യൂറായി വരാം. പിന്നെ വാക്സിൻ, ഡെങ്കു വാക്സിൻ ഇസ് ദ വൺ ആൻഡ് ഓൺലി ഡെങ്കു വാക്സിൻ കറന്റ്ലി അവൈലബിൾ ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റുകളിലാണ് ഇതിന്റെ വാക്സിൻ ഉണ്ട്. നമുക്ക് കിട്ടാനില്ല. കിട്ടുവാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. ദാറ്റ്സ് ഓൾ മാം. താങ്ക് യുടാ. താങ്ക് യു. റസീന അല്ലേ? ഫസ്റ്റ് ഞാനായിരുന്നു. നെക്സ്റ്റ്. താങ്ക് യു. നെക്സ്റ്റ് രഞ്ജിനി അവതരിപ്പിക്കാമോ? വീഡിയോ ഓൺ ആക്കണം മാം. ഓണാക്കാതെയും പറയാം. ഹലോ. Good morning, ma'am. Good morning, ma'am. Good morning, everyone. Today, I am going to take the seminar about eczema. It is the most commonly atopic dermatitis and chronic skin condition causing dry, intensely itchy, red, and inflamed patches that can crack, ooze, and crust, often flaring periodically and improving during remissions, with no single cause, but linked to genetic immune system and environment managed by moistures, avoiding triggers, and sometimes medicated creams or light therapy. എക്സിമ എന്ന് പറയപ്പെടുന്ന സ്കിൻ ഡിസീസ് ആണ്. ത്വക്ക് രോഗം. സാധാരണയായി കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു ത്വക്ക് രോഗ ചൊറിച്ചിൽ നിന്നൊക്കെ ഇതിന് പറയുന്നു. അതിൽ നമുക്ക് പൊതുവെ കുഞ്ഞു വാവകൾ തുടങ്ങി ഒരു വളർന്ന പ്രായങ്ങളിൽ സ്കിൻ കണ്ടീഷൻസ്, കുട്ടികളിൽ ഉണ്ടാവുന്ന ചെറിയ ചുവന്ന തടിപ്പുകൾ, അലർജിക് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ ഉള്ള അലർജികൾ, ഇതെല്ലാം ഈ സ്കിൻ കണ്ടീഷനിൽ ചുവന്ന് തടിക്കുക, ഡ്രൈനെസ് വരിക, ഇതെല്ലാം ഈ സ്കിൻ കണ്ടീഷനിൽ പെടുന്നതാണ്. അപ്പം അതിന് നമുക്ക് മോയ്സ്ചറൈസേഴ്സും മെഡിക്കേറ്റഡ് ക്രീംസ് ഒക്കെ ഉപയോഗിച്ച് മാറ്റാവുന്നതാണ്. മെയിൻലി ദ സിംറ്റംസ് ഓഫ് ദിസ് എക്സീമ, അതായത് ഇതിന്റെ കണ്ടീഷൻസ് എങ്ങനെയാണ് അപ്പിയർ ചെയ്യുന്നത് വെച്ചാൽ ഇച്ചിങ് നമുക്ക് അസഹനീയമായ കടി സ്കിന്നിൽ നമുക്ക് കാണാം. അത് മെയിൻലി ആയിട്ട് നമുക്ക് കഴുത്ത്, കാല്, കൈകളിൽ, എൽബോസിൽ എല്ലാം നമുക്ക് ഇത് കാണാവുന്നതാണ്.
And redness, skin turns to red and swollen and irritated. നമുക്ക് ചുവന്ന് തടിച്ചിരിക്കുന്ന കുഞ്ഞു വാവകളിൽ പിന്നെ ആപ്പി ഉപയോഗിച്ച് അവിടെയൊക്കെ റെഡ്നെസ്സിന്റെ ഇത് അപ്പിയർ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എല്ലാ ഭാഗങ്ങളിലും കഴുത്ത് അതിന്റെ ആ സൈഡിലൊക്കെ ഈ റെഡ്നെസ് ഒക്കെ വരുന്ന പ്രത്യക്ഷപ്പെടാം. അപ്പൊ അതിന് ആ കണ്ടീഷൻസ് ഡ്രൈനെസ് ആൻഡ് സ്കാലിംഗ്, വരണ്ടുണങ്ങിയ അവസ്ഥ, അത് പിന്നെ ക്രാക്കിംഗ്, പൊട്ടുക, ചർമ്മം പൊട്ടണ ഒരു അവസ്ഥ, ഇതെല്ലാം നമുക്ക് ഈ കണ്ടീഷൻസിൽ കാണപ്പെടുന്ന സിംറ്റംസ് ആണ്. എക്സിമ എന്ന കണ്ടീഷനിൽ കാണപ്പെടുന്ന സിംറ്റംസ് ആണ്. ഇനി ഇതിന്റെ കോസസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആക്ച്വലി എക്സിമ ഒരു നോൺ കണ്ടേജിയസ് ഡിസീസ് ആണ്. അതായത് പകരുന്ന രോഗമല്ല ഇത്. എന്നാൽ ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ഇതായിട്ടുള്ള ജനറ്റിക് ഡിസോർഡേഴ്സ് വഴി, അതായത് ഫാമിലി ഹിസ്റ്ററിയിൽ ചിലപ്പോൾ എക്സീമിക് കണ്ടീഷൻസ് ഉണ്ടാവാം. പിന്നെ ട്രിഗേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ സ്മോക്ക്, ഡസ്റ്റ്, അലർജൻസ്, ഫുഡ് കഴിച്ചിട്ടുള്ള അലർജിക്സ്, പിന്നെ നമ്മൾ മൈൽഡ് ആയിട്ടുള്ള ഡിറ്റർജൻസ്, വെരി ഹാർഡ് ഡിറ്റർജൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ വരുന്ന കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം, ഇതെല്ലാം അതിന് കാരണമാകും. വീക്കൻഡ് സ്കിൻ ബാരിയേഴ്സ്, അതായത് എല്ലാ ഈ ജനറ്റിക് ഡിസോർഡേഴ്സും ട്രിഗേഴ്സും അലർജൻസ് എല്ലാം ഇതിന് കാരണമാവുന്ന ഒരു അവസ്ഥയാണ്. ആൻഡ് വി ക്യാൻ ടേക്ക് ട്രീറ്റ്മെന്റ് ആക്ച്വലി ഇൻ ഹൗസ്, വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാം. അതായത് ഗിവിങ് യുവർ ചൈൽഡ് എ ഷോർട്ട് വാം ബാത്ത്, ചെറിയ ഒരു കുളി, അതായത് അവോയ്ഡ് ലോങ് ഹോട്ട് ബാത്ത്. കുട്ടികളുടെ ചർമ്മം കേൾക്കാൻ വയ്യല്ലോ. കേൾക്കാൻ വയ്യ. എനിക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ, രഞ്ജിനി ലെഫ്റ്റ് ആയിട്ടുണ്ടോ, ഒന്ന് റീഡ് ലോഗിൻ ചെയ്യുന്നുണ്ടോ നോക്കാം. ചെയ്തില്ല എങ്കിൽ നെക്സ്റ്റ് ആൾ എടുത്താൽ മതി. ഒരു മിനിറ്റ്. ഓക്കെ ടീം, രഞ്ജിനി ഇതുവരെ റീജോയിൻ ചെയ്തിട്ടില്ല. എന്തായാലും നമുക്ക് സമയം പോയിക്കൊണ്ടിരിക്കുക. നെക്സ്റ്റ് ഇന്ദു ടോപ്പിക് എടുക്കാവോ? രഞ്ജിനി വരുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ആഡ് ചെയ്യാം. ടോപ്പിക്. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ അവതരിപ്പിക്കുന്ന വിഷയം ITP, അതായത് ഇമ്മ്യൂണോ ത്രോംബോസൈറ്റോപെനിക് പർപ്യൂറ. സോറി ഫോർ ദ ഇന്ററപ്ഷൻ. ഒരു നിമിഷം, രഞ്ജിനി കയറിയിട്ടുണ്ടോ? രഞ്ജിനി
മിസ് എന്റെ വൈഫൈ കണക്ഷൻ പെട്ടെന്ന് പോയതാണ് കേട്ടോ. ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ടോ? ഇപ്പൊ ഓക്കെ ആയല്ലോ. ഞാൻ മിസ്സല്ല, ഞാൻ ആ കൂടെ പഠിക്കുന്ന കുട്ടി തന്നെ. ആ ആ ആ ആ ഇന്നത്തെ ഒന്ന് ടീം ലീഡറാ. ഓക്കെ ഓക്കെ. എന്ത് ചെയ്യണോ അപ്പം? ഓക്കെ, നയന, അപ്പൊ ആള് കണ്ടിന്യൂ ചെയ്തത്. കംപ്ലീറ്റ് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ആള് കംപ്ലീറ്റ് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ പറയാം. അതെ, ഇന്ദു ഒന്ന് വെയിറ്റ് ചെയ്യോ, ആള് കംപ്ലീറ്റ് ഞാൻ ചെയ്തിട്ട് വെയിറ്റ് ഇന്ദുന് ചെയ്യാം. കണ്ടിന്യൂ ചെയ്യും. ഓക്കെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. കംപ്ലീറ്റ് ചെയ്തോട്ടെ മാം? അതെ, രഞ്ജിനി കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ ഓക്കെ. സോറി മാം. ട്രീറ്റ്മെന്റ് ഓഫ് ചൈൽഡ്ഹുഡ് എക്സിമ, ദാറ്റ് മീൻസ് നമ്മൾക്ക് വീടുകളിൽ തന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് നമുക്ക് ചെയ്യാം. ഗിവിംഗ് യുവർ ചൈൽഡ് എ ഷോർട്ട് വാം ബാത്ത്, അതായത് നമുക്ക് ചെറിയൊരു കുളി കുട്ടിക്ക് കൊടുക്കാം. ലോങ് ഹൗട്ട് ബാത്ത് കഴിവതും ഒഴിവാക്കുക. സ്കിൻ ഡ്രൈ ഔട്ട് ആവും കുട്ടികളുടെ ലോങ് ഹൗട്ട് ബാത്ത് കൊടുത്താൽ. യൂസിങ് മോയ്സ്ചറൈസേഴ്സ്, നമുക്ക് ഡെയിലി മോയ്സ്ചറൈസർ ഉപയോഗിച്ച് സ്കിൻ കണ്ടീഷൻ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം. ആൻഡ് കീപ് ദ റൂം ടെമ്പറേച്ചർ റെഗുലർ. And പിന്നെ കീപ് ദ ചൈൽഡ് ഡ്രസ് ഇൻ കോട്ടൺസ്, അവോയ്ഡ് ഡ്രസ്സസ് ലൈക്ക് സിന്തറ്റിക്സ്, സിൽക്സ്, ഫാബ്രിക്സ്, അങ്ങനത്തെ നമുക്ക് വൂളൻ സിന്തറ്റിക് ഐറ്റംസിലുള്ള ഡ്രസ്സുകൾ കഴിവതും ചൂട് കൂടുന്നതായിട്ടുള്ള ഡ്രസ്സ് ഒഴിവാക്കിയിട്ട് കോട്ടൺ, നൈസ് കോട്ടൺ ഡ്രസ്സുകൾ കുട്ടികളെ ധരിപ്പിച്ചാൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്കിൻ ഡിസീസ് നമുക്ക് കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മൈൽഡ് ആയിട്ടുള്ള ഡിറ്റർജൻസ്, അതായത് ഒരുപാട് ഹാർഡായിട്ടുള്ള ഡിറ്റർജൻസ് ഒക്കെ ഒഴിവാക്കി കുട്ടികൾക്ക് ലൈറ്റ് ആയിട്ടുള്ള ഡിറ്റർജൻസ് ഉപയോഗിച്ച് കുട്ടികളുടെ ഡ്രസ്സസ് ഒക്കെ വാഷ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം നമുക്ക് ഹൗസ് ഹോൾഡ് റെമഡീസ് ആണ്. Then after this treatment, if home care is not improving the rashes of the child, we must have to consult a doctor. അതായത് നമ്മൾ ഡോക്ടറെ എന്തായാലും കൺസൾട്ട്. when the signs of the infections such as fever, pus, or increasing redness, we must have to stop the home care and we must consult a doctor. And the medical treatments we can provide for this are tropical corticosteroids, അതായത് ക്രീംസും ഓയിൻമെന്റ്സും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ക്രീംസ്, ഓയിൻമെന്റ്സ്, അത് ഇൻഫ്ലമേഷൻ, ഇച്ചിങ് ഒക്കെ കുറയ്ക്കാൻ നമ്മൾ സഹായിക്കും. ആൻഡ് ഇഫ് ദർ ഇസ് ഇൻഫെക്ഷൻ ട്രീറ്റ്മെന്റ്സ് റിക്വേർഡ്, അതായത് ഓറൽ ആന്റിബയോട്ടിക്സ് നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, സ്കിൻ ഡിസീസ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. ആൻഡ് ലാസ്റ്റ് ഇൻ കേസ് ഓഫ് സിവിയർ കേസസ് ദ ഡെർമറ്റോളജിസ്റ്റ് പ്രിഫർ ഫോട്ടോതെറാപ്പി ഓർ ലൈറ്റ് തെറാപ്പി. അത് നമുക്ക് ഈ അൾട്രാവയലറ്റ് പോലത്തെ ലൈറ്റ് തെറാപ്പീസ് ഉപയോഗിച്ച് സ്കിൻ കണ്ടീഷൻസ്, അതായത് സിവിയർ സ്കിൻ കണ്ടീഷൻസ്, സോറിയാസിസ് പോലത്തെ സ്കിൻ കണ്ടീഷൻസ് നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഈ അൾട്രാവയലറ്റ് ലൈറ്റ് തെറാപ്പിയൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ റെഡ് ലൈറ്റ് തെറാപ്പീസ് ഉണ്ട്, സ്കിൻ റെജുവിനേറ്റ് ചെയ്യാനും വൂണ്ട് ഹീലിംഗ്, അതായത് നമുക്ക് ഉണങ്ങാനും, മാന്തി പൊട്ടി ചൊറിച്ചിൽ വന്നിട്ട് പഴുപ്പ്, അത് വ്രണങ്ങളൊക്കെ ഉണങ്ങാനും, പെയിൻ റിലീഫിനൊക്കെ വേണ്ടി നമ്മൾ റെഡ് ലൈറ്റ് തെറാപ്പീസ് ഒക്കെ ഉപയോഗിക്കുന്നതാണ്. താങ്ക് യു മാം, ദാറ്റ്സ് ഓൾ. താങ്ക് യു രഞ്ജിനി. ആക്ച്വലി എക്സിമ എന്ന് പറഞ്ഞപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഡിസീസ് തന്നെയാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഞാനും കണ്ടിട്ടുണ്ട്. നല്ലൊരു ടോപ്പിക് ആയിരുന്നു, നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു മാം. നെക്സ്റ്റ് ഇന്ദു കയറാവോ? ഓക്കെ. Good evening. The topic I present, ITP, immunothrombocytopenic purpura. It is a condition in which the body has low platelet. In ITP, low platelet count, the blood does not clot, bruise easily and bleeds. In children, it may follow any viral infection and resolve without treatment, but it also become chronic adult. അതായത് നമ്മുടെ ശരീരത്തിൽ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് വളരെ കുറഞ്ഞു പോവുക, ആ ഒരു അവസ്ഥ തന്നെയാണ് ഈ ITP എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ക്ലോട്ട് ആവാത്തൊരവസ്ഥ, മുറിവൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുക, ബ്ലഡ് ക്ലോട്ട് ആവില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ തന്നെയാണ് ഇത് പറയുന്നത്. 2 ടൈപ്പ് ഉണ്ട്, അക്യൂട്ട് ITP എന്നും ക്രോണിക് ITP എന്നും പറയും. ഇത് കുട്ടികളിൽ കാണുന്നതിന് അക്യൂട്ട് ITP എന്ന് പറയും. ഇത് അവർക്ക് ചെറിയ ചെറിയ എന്തെങ്കിലും വൈറസുകൾ, ഇൻഫെക്ഷനുകളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ബ്ലഡിൽ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കുറയാറുണ്ട്, എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസുകൾ വരുമ്പോൾ. പക്ഷെ ഇത് നമുക്ക് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റിന്റെ ഒന്നും ആവശ്യം വരാതെ തന്നെ ഒരു 6 മന്തിനുള്ളിലൊക്കെ മാറിപ്പോവാറുണ്ട്. പക്ഷെ അഡൾട്ടിൽ ഇത് മാറിപ്പോവാത്തൊരവസ്ഥയാണ്, വർഷങ്ങളോളൊക്കെ ചിലപ്പോൾ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരു അവസ്ഥയാണ് വരാറുള്ളത്.
ഇതിന്റെ ഒരു ലക്ഷണങ്ങൾ കാണിക്കാറ് കാരണമില്ലാണ്ട് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഓരോ ചുവന്ന തടിപ്പുകൾ വരും, ചുണങ്ങുകൾ പോലെ വരും, നല്ല ബ്ലീഡിങ്ങുകൾ ഉണ്ടാവും മോണയിൽ നിന്ന്, മൂക്കിൽ നിന്ന്. പിന്നെ നമുക്ക് ഇന്റേണൽ ആയിട്ട് പറയുകയാണെങ്കിൽ പൈൽസ് പോലെയൊക്കെ നമുക്ക് തോന്നും, പൈൽസ് ആണോ എന്നൊക്കെ തോന്നും. ടോയ്ലറ്റിലൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവുക, അതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ വരിക. ഭയങ്കര ക്ഷീണം ഉണ്ടാവും നമുക്ക്, എന്താ പറയാ, തീരെ നമുക്ക് ഒരു എനർജി ഒട്ടും ഇല്ലാത്തൊരവസ്ഥ. ഷുഗർ ഒക്കെ താന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ഇല്ല, അതുപോലെ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ചിലവരിൽ അനുഭവപ്പെടാറുള്ള. ചിലവർക്ക് നോർമലി ഒരു കുഴപ്പമുണ്ടാവില്ല, ഈ ബ്ലീഡിംഗ് ഒക്കെ കാണുമ്പോഴാവും ട്രീറ്റ്മെന്റിന് ചെല്ലുക. അങ്ങനത്തെ ഒരു ഇതുകളും വരും. ഇതിന്റെ കാരണങ്ങൾ ഇപ്പൊ ഈ ചിക്കൻ ബോക്സ്, ഹെപ്പറ്റൈറ്റിസ്, HIV പോലുള്ള ചില വൈറസ് അണുബാധകൾ മൂലമൊക്കെയാണ് ഇത് വരുന്നത്. ചില മരുന്നുകളുടെ ഉപയോഗവും മൂലം വരുന്നുണ്ട്. ഈ വാക്സിനുകളൊക്കെ എടുക്കണില്ലേ, അങ്ങനത്തെ ചില കേസുകളിലും ഇത് പറയുന്നുണ്ട്. ഇപ്പൊ ഈ കൊറോണയുടെ വാക്സിൻ എടുത്തതിന്റെ ഒരു എഫക്റ്റ് മൂലം എന്റെ ഫാമിലിയിൽ ഒരാൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ആളിപ്പോഴും ട്രീറ്റ്മെന്റിലാണ്, ഒരു 2-3 വർഷമായിട്ട് ഇപ്പോഴും ട്രീറ്റ്മെന്റിലാണ്. ആൾക്ക് ഇപ്പോഴും അങ്ങനെ തന്നെയാ. വേറെ അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ മരുന്ന് അതിന്റെ ഒപ്പം കഴിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ആ മരുന്നുകൾ നിർത്തി വയ്ക്കുമ്പോൾ ഇത് പിന്നെ വീണ്ടും ലോ ആയി പോകും. അതായത് ഇപ്പൊ നോർമൽ റേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1,50,000 തൊട്ട് 4,50,000 വരെയൊക്കെ നമ്മുടെ ബ്ലഡിൽ ഇതിന്റെ ഒരു അളവുണ്ട്. പക്ഷെ ഈ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോകുന്ന ആൾക്കാർക്ക് വെറും 25,000 വരെയൊക്കെ, അതിലും താഴെയൊക്കെ പോകും, 5,000 വരെയൊക്കെ പോകുന്ന അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. ഇതിന് ചികിത്സകൾ ഇപ്പൊ ഈ സ്റ്റിറോയിഡ് പോലുള്ള മരുന്നുകൾ കഴിക്കുക, പ്ലേറ്റ്ലെറ്റ് ഉൽപാദനം കൂട്ടാൻ സഹായിക്കണ മരുന്നുകൾ, പിന്നെ ഫുഡുകളാണ്, വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫുഡുകൾ, ഫ്രൂട്ട്സുകൾ, അങ്ങനെയുള്ളതുകളിൽ കൂടെയൊക്കെയാണ് ഇതൊരു ട്രീറ്റ്മെന്റ് ഉള്ള മരുന്നുകൾ. ഈ സ്റ്റിറോയിഡ് പോലുള്ള മരുന്നുകൾ കാലങ്ങളോളം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും ഈ ITP എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഇന്ദു. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് രേവതി അല്ലേ? അതെ, രേവതി സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഓക്കെ. Good afternoon all. Today I would like to share something about pneumonia. Pneumonia is a lung infection causing inflammation in the air sac alveoli, filling them with fluid or pus, which makes breathing difficult and can range from mild to life-threatening, often triggered by bacteria, virus, or fungi. Symptoms include cough, fever, chill, shortness of breath, and chest pain with older adults, sometimes showing confusion. Treatment involves antibiotics for bacterial cases, supportive care like rest and fluids, and sometimes oxygen, while prevention includes vaccine and good hygiene. ന്യൂമോണിയ എന്നത് ശ്വാസകോശത്തിലെ അണുബാധയാണ്, ആൽവിയോളയിൽ സംഭവിക്കുന്ന അണുബാധയാണ്. ഇത് ബാക്ടീരിയ, ഫംഗസ്, വൈറസ് എന്നിവ മൂലമാണ് ഉണ്ടാകുന്നത്. പനി, കഫത്തോടു കൂടിയ ചുമ, നെഞ്ചുവേദന, ശ്വാസമുട്ടൽ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ന്യൂമോണിയ ശ്വാസകോശത്തിലെ ആൽവിയോളയിൽ വീക്കമുണ്ടാക്കി ഫ്ലൂയിഡ്, പസ് എന്നിവ നിറയ്ക്കുന്നു. ഇത് ശ്വാസം എടുക്കാൻ പ്രയാസമുണ്ടാകുന്നു. കുട്ടികളിലും പ്രായമായവരിലും ഇത് ഗുരുതരമാകുന്നുണ്ട്. കൃത്യമായ വാക്സിനുകളും വ്യക്തി ശുചിത്വവും രോഗത്തെ പ്രതിരോധിക്കാൻ സഹായിക്കും. Causes. It is caused by bacteria, Streptococcus pneumonia. വൈറസ് ആയിട്ട് വരുന്ന ഇത്. പിന്നെ വൈറസ് വരുന്നത് ഇൻഫ്ലുവൻസ, ഫ്ലൂ, COVID-19 ആൻഡ് RSV. ഫംഗൈ വരുന്നത് ലെസ് ദാൻ കോമൺ ബട്ട് എ കോസ്. ആസ്പിറേഷൻ, ബ്രീത്തിങ് ഇൻ ഫുഡ്, ലിക്വിഡ് ഓർ വോമിറ്റ്. Symptoms. Cough may produce mucus, fever, sweating, chills, shortness of breath or rapid breathing, chest pain when breathing or coughing, fatigue, low energy, vomiting or diarrhea, confusion, especially in older adults. പ്രധാന ലക്ഷണങ്ങൾ വരുന്നത് പനി, വിറയൽ, കഫത്തോടു കൂടിയ ചുമ, ശ്വാസമുട്ടൽ, ശ്വാസമെടുക്കുമ്പോൾ വേദന, ക്ഷീണം, വിശപ്പില്ലായ്മ, ചിലപ്പോൾ കൺഫ്യൂഷൻ, പ്രായമുള്ളവർ. പിന്നെ റിസ്ക് ഫാക്ടേഴ്സ്. വെരി യങ് ചിൽഡ്രൻ അണ്ടർ 5 ആൻഡ് അഡൽട്സ് ഓവർ 65. Chronic health problems like asthma, heart, diabetics, heart diseases, weakened immune system and smoking. ന്യൂമോണിയയുടെ കാരണം ട്രീറ്റ്മെന്റ്സ് ആയിട്ട് വരുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷന് ആന്റിബയോട്ടിക്സ്, വൈറൽ ഇൻഫെക്ഷൻസിന് ഓഫൻ സെൽഫ് ലിമിറ്റിംഗ് ആന്റിവൈറൽ ഡ്രഗ്സ് മേ ബി യൂസ്ഡ്. സപ്പോർട്ടീവ് കെയർ ആയിട്ട് റെസ്റ്റ്, ഫ്ലൂയിഡ്സ്, ഫീവർ, റെഡ്യൂസസ് കഫ് മെഡിസിൻ. സിവിയർ കേസിൽ നമ്മൾ ഹോസ്പിറ്റലൈസേഷൻ ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഓക്സിജൻ തെറാപ്പി എന്നിവ എടുക്കേണ്ടി വരുന്നതാണ്.
പിന്നെ ചികിത്സയ്ക്ക് കാരണത്തിനനുസരിച്ച് ആന്റിബയോട്ടിക്കുകൾ, ആന്റിവൈറലുകൾ, ഫംഗസിന് മരുന്നുകൾ എന്നിവ നൽകുന്നു. ചിലപ്പോൾ ഓക്സിജൻ തെറാപ്പി വേണ്ടിവരും. കൈകൾ കഴുകി ശുചിത്വം പാലിക്കുക, പുകവലി ഒഴിവാക്കുക, ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, പതിവ് വ്യായാമം ചെയ്യുക, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക, വാക്സിനുകൾ ലഭ്യമാക്കുക എന്നിവയാണ് പ്രതിരോധമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ ന്യൂമോണിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ഡോക്ടറെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്വയം ചികിത്സ ഒഴിവാക്കുക. ഇത്രയേ ഉള്ളൂ. താങ്ക് യു രേവതി. നല്ലൊരു ടോപ്പിക് ആയിരുന്നു ന്യൂമോണിയ. നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. താങ്ക് യു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, താങ്ക് യു. താങ്ക് യു. നെക്സ്റ്റ് ദിവ്യ അല്ലേ? ദിവ്യ കേൾക്കുന്നുണ്ടോ? ആ, കണ്ടിന്യൂ ചെയ്തോ. ഞാൻ പറയാൻ പോകുന്ന പ്ലാഗിനെ കുറിച്ചാണ്. What is plague? Plague is a severe, potentially fatal infection caused by the bacteria Yersinia pestis. It is a zoonotic disease, meaning it is transmitted from animals to humans, usually via the bites of infected fleas. Plague എന്ന് പറയുന്നത് യെർസിന പെസ്റ്റിസ് എന്ന ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന മാരകമായേക്കാവുന്ന ഗുരുതരമായ ഒരു അണുബാധയാണ്. ഇത് വരുന്നത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കാണ്. പിന്നെ അതുപോലെ ചെള്ളിലൂടെയാണ് ഇത് പകരുന്നത്. രോഗം ബാധിച്ച ചെള്ളുകളുടെ കടിയിലൂടെ ഇത് സാധാരണയായി മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നു. കൂടുതലും എലികളിൽ നിന്നുള്ള ചെള്ളു കടിക്കുന്നതിലൂടെയാണ് ഇത് പകരുന്നത്. രോഗം ബാധിച്ചവയുടെ സ്രവങ്ങളിലൂടെയും അവ ശ്വസിക്കുന്നതിലൂടെയും ഇത് നമുക്ക് പകരും. അത് ടൈപ്സ് ആൻഡ് സിംറ്റംസ് മൂന്ന് തരത്തിലാണ് അതുള്ളത്. ബ്യൂബോണിക്, സെപ്റ്റിസെമിക് ആൻഡ് ഫ്യൂമോണിക്. ബ്യൂമോണിക് എന്ന് പറഞ്ഞാല് അതിന്റെ സിംറ്റംസ് ആണ് ഫീവർ, വീക്ക്നെസ്, ഹെഡേക്ക്, പെയിൻഫുൾ സ്വോളൻ ലംപ് നോഡ്സ്. പനിയും ക്ഷീണവും തലവേദനയും വേദനയോടുകൂടിയ വീർത്ത ലിംഫ് ഗ്രന്ഥികളിൽ നല്ല വേദനയും ഉണ്ടാവും. രണ്ടാമത്തതാണ് സെപ്റ്റിസെമിക്. അതിലും ഫീവർ, ചിൽസ്, എക്സ്ട്രീം വീക്ക്നെസ്, അബ്ഡോമിനൽ പെയിൻ, ബ്ലീഡിംഗ്, ഷോക്ക്, can cause skin to turn black. അത് പനിയും തണുത്ത് മരവിച്ച പോലത്തെ അവസ്ഥയും അത് വളരെയധികം ക്ഷീണവും അടിവയറ്റിൽ വേദനയും ബ്ലീഡിങ്ങും ഷോക്കും അത് സ്കിന്ന് നേരെ കളറ് ബ്ലാക്ക് കളർ ആവുകയും ചെയ്യും. അടുത്തതാണ് ഫ്യൂമോണിക്. സഡൻ ഫീവർ, കഫ്, ഓഫൺ ബ്ലഡി, ചെസ്റ്റ് പെയിൻ, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ആൻഡ് വീക്ക്നെസ്. അത് പെട്ടെന്നുള്ള പനിയും കഫം വരുന്നത് രക്തം കൂടിയ തരത്തിലുള്ള കഫമാണ് വരുന്നത്. ചെസ്റ്റ് പെയിൻ ഉണ്ട്, ബ്രീത്ത് ശ്വസിക്കാനും വളരെ ബുദ്ധിമുട്ടുണ്ടാവും, വളരെയധികം ക്ഷീണവും ഉണ്ടാവും. ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ആന്റിബയോട്ടിക്സ് ആണ്. ഹൈലി എഫക്റ്റീവ് ഇഫ് ഗിവൺ ക്വിക്ക്ലി. പ്രിവെൻഷൻ എന്ന് പറയുന്നത് അവോയ്ഡ് ഫ്ലൂ ബൈറ്റ്സ്, ഡോണ്ട് ഹാൻഡിൽ സിക്ക് ഓർ ഡെഡ് ആനിമൽസ്, അവോയ്ഡ് ക്ലോസ് കോണ്ടാക്ട് വിത്ത് സിക്ക് പീപ്പിൾ. ഇത് ചത്തതായ ജീവികളുമായിട്ട് അത് ഹാൻഡിൽ ചെയ്യാനോ അത് ഉപയോഗിക്കാനോ പാടില്ല. അതുമൂലം നമുക്ക് ഇത് ഉണ്ടാകും. ദാറ്റ്സ് ഓൾ. താങ്ക് യു ദിവ്യ. ദിവ്യ പ്ലേഗ് ആയിരുന്നു പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. നന്നായിട്ടുണ്ട്. താങ്ക് യു. നെക്സ്റ്റ് ഐശ്വര്യ. ഐശ്വര്യ കയറാമോ? ഹലോ, കേൾക്കാമോ? കേൾക്കാം. Good afternoon. So today we are going to start ചെയ്യാം. So today I am going to share the topic about AIDS. എന്താണ് AIDS? What is AIDS? AIDS is the final stage of HIV infection. HIV means human immunodeficiency virus. ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ ആയിരിക്കും ബാധിക്കുക. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു രോഗാവസ്ഥയാണ്. അത് നമ്മുടെ കുറേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മൾ അതിനെ അറിയുന്നത്. ചിലപ്പോൾ അതിനെ തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നോർമൽ ലൈഫിലേക്ക് നയിക്കാൻ പറ്റും. ഇത് how does HIV spread? Unprotected sexual contact, blood transfusion with infected blood, sharing needles or syringes from HIV positive mother to child,
ഡ്യൂറിങ് പ്രഗ്നൻസി, ഡെലിവറി, ബ്രസ്റ്റ് ഫീഡിങ്. നമ്മൾ ഇപ്പൊ അമ്മമാരൊക്കെ നമ്മൾ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് തന്നെ നമുക്ക് ടെസ്റ്റ് ഉണ്ട് HIV നടത്താറുണ്ടല്ലേ. അപ്പോ ആ സമയത്തൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ അതിനുള്ള ട്രീറ്റ്മെന്റ് ആണ് ആന്റി റെട്രോവൈറൽ തെറാപ്പി. ഇതിലൂടെ പെർമനന്റ് ആയിട്ടുള്ള ഒരു ക്യൂർ കിട്ടില്ല, പക്ഷെ നമുക്കൊരു നോർമൽ ലൈഫിലേക്ക് സാധാരണ ജീവിതം നയിക്കാൻ പറ്റും. പിന്നെ ഇത് നമ്മള് കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ക്ഷയിക്കാൻ കൊടുക്കുമ്പോഴോ ചുമ ഒരു കോമൺ ഡിസീസ് പോലെ പടരുന്ന ഒരു അസുഖമല്ല. ത്രൂ ബ്ലഡ്, അൺപ്രൊട്ടക്റ്റഡ് ആയുള്ള സെക്ഷൽ കോണ്ടാക്ട്, അതിലൂടെയൊക്കെ ആയിരിക്കും പകരുക. പിന്നെ പ്രഗ്നന്റ് ആയിരിക്കുന്ന അമ്മയിൽ നിന്ന് കുട്ടിക്ക് ആ പ്രഗ്നൻസി പീരീഡിൽ ചിലപ്പോൾ വരാം, അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെ വരാം, അല്ലെങ്കിൽ ഡെലിവറിയുടെ സമയത്ത് വേണമെങ്കിൽ വരാം. അതാണ്. പിന്നെ December 1 നമ്മൾ വേൾഡ് എയ്ഡ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. പിന്നെ ഇതിന് നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്ഷൽ കോണ്ടാക്ട്, പിന്നെ ഈ എയ്ഡ്സ് ഉള്ളൊരു വ്യക്തി ഉപയോഗിച്ച നീഡിൽസ്, സിറിഞ്ചൊക്കെ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ബ്ലഡ് ടെസ്റ്റിൽ കൂടെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ എയ്ഡ്സും HIV തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എയ്ഡ്സ് എന്ന് പറയുന്നത് HIV വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ അവസാന ഘട്ടത്തിൽ വരുന്ന ഒരു രോഗാവസ്ഥയാണ്. HIV എന്ന് പറയുന്ന ഒരു വൈറസും, ഹ്യൂമൻ ഇൻഡെഫിഷ്യൻസി വൈറസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? മനസ്സിലായോ? ഹലോ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഐശ്വര്യ കഴിഞ്ഞോ? കഴിഞ്ഞു. താങ്ക് യു ഐശ്വര്യ. നെക്സ്റ്റ് മുംതാസ്. Okay. Good afternoon, all. Today I talk about anemia. Anemia is when you have a low level of healthy red blood cells or hemoglobin to carry oxygen throughout our body. ശരീരത്തിലുടനീളം ഓക്സിജൻ കൊണ്ടുപോകാൻ ആവശ്യമായ ആരോഗ്യമുള്ള ചുവന്ന രക്താണുക്കളുടെ അളവ് കുറയുമ്പോഴാണ് വിളർച്ചയുണ്ടാകുന്നത്. നോർമൽ ലെവൽ ഓഫ് ഹീമോഗ്ലോബിൻ ഫീമെയിൽ 11 to 12, മെയിൽ 12 to 13 ആണ്. ഫീമെയിൽ 11 താഴെ പോയാൽ അനീമിക് ആവും, മെയിൽ ആണെങ്കിൽ 12 താഴെ ആയാൽ അനീമിക് ആവും. സിംറ്റംസ് എന്ന് പറയുന്നത് ടയർഡ്നെസ്, വീക്ക്നെസ്, പീൽ സ്കിൻ, ഷോർട്ട്നെസ്, പിന്നെ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, ഹെഡ് ഏക്ക്, കോൾഡ് ഹാൻഡ് ആൻഡ് ഫീറ്റ്, ഇറഗുലർ ഹാർട്ട് ബീറ്റ്, ക്ഷീണം, ബലഹീനത, വിളറിയ ചർമ്മം, ശ്വാസമുട്ടൽ, തലവേദന, തണുത്ത കൈകാലുകൾ, ക്രമാതീതമായ ഹൃദയമിടിപ്പ്. ഇതൊക്കെ നമുക്ക് ചെറിയ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പിന്നെ ഹൃദയമിടിപ്പൊക്കെ ഉണ്ടാകും. പിന്നെ നമുക്ക് ഭയങ്കര ക്ഷീണായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ മെയിൻ കേസ് എന്ന് പറയുന്നത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആണ്. അയണിന്റെ കുറവ്, വിറ്റാമിൻ B12 കുറവൊക്കെ മൂലം. പിന്നെ ബ്ലഡ് ലോസ് ഹെവി ആയിട്ടുള്ള മെൻസ്ട്രേഷൻ, പിന്നെ വലിയ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ബ്ലഡ് ലോസ് മൂലവും, പിന്നെ ക്രോണിക് ഡിസീസ്, അതായത് ക്യാൻസർ, HIV, കിഡ്നി ഡിസീസ്, ഇങ്ങനത്തെ ഉണ്ടെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളവരിലാണ് അധികമായിട്ട് അനീമിക് ആകുന്നത്. പിന്നെ ഇതിനുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഗ്രീനി ഫുഡ്സ് കഴിക്കുക, പിന്നെ റെഡ് മീറ്റ്, ഈ ചൂര, പിന്നെ ഈ ബീഫ്, പോർക്ക്, അങ്ങനത്തെ ഒക്കെ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഇതിന്റെ അളവ് കൂട്ടാം. ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഓക്കെ, താങ്ക് യു മുംതാസ്. അനീമിക് ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഡിസീസ് ആണ്, അത് കുഞ്ഞുങ്ങളിൽ കൂടുതലായിട്ട്. സോ നല്ലൊരു ടോപ്പിക് ആയിരുന്നു. താങ്ക് യു. നെക്സ്റ്റ് ആതിര. ഹായ്, ഗുഡ് ഈവനിങ്. ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് പാരലൈസിസിനെ കുറിച്ചിട്ടാണ്, അതായത് പക്ഷാഘാതം. പാരലൈസ് occur when you are unable to make voluntary muscles movement of nervous system. Problem case paralysis nervous and signals to your muscles. നമ്മൾ സ്വന്തമായിട്ട് പേശികൾ ഇങ്ങനെ ചലിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് പാരലൈസിസ് എന്ന് പറയുന്നത്. നാഡീവ്യവസ്ഥകളുടെ ഒരു പ്രശ്നം പാരലൈസിസിന് കാരണമാകുന്നു. Those signals makes your muscles move when you are paralyzed or have paralysis. You cannot move certain part of your body. അതായത് ഞരമ്പുകളാണ് നിങ്ങൾ പേശികൾക്ക് സിഗ്നലുകൾ കൊടുക്കുന്നത്. ആ സിഗ്നലുകളാണ് നിങ്ങളുടെ പേശികളെ ഇങ്ങനെ ചലിപ്പിക്കാൻ വേണ്ടിയിട്ടായിട്ടും സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ അത് ചലിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് പക്ഷാഘാതം എന്ന് പറയുന്നത്. അതേപോലെ പക്ഷാഘാതം വരുമ്പോൾ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ ചലിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ പക്ഷാഘാതം 2 ടൈപ്പായിട്ടുണ്ട്. പ്രാക്ടിക്കൽ അതെന്ന് വെച്ചാൽ യു കാനോട്ട് കൺട്രോൾ സം മസിൽസ് ബട്ട് നോട്ട് ഓൾ. ചില ഭാഗം ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ ചലിപ്പിക്കാൻ കഴിയില്ല. അത് ഏത് ഭാഗത്തെയും പാരലൈസ് ബാധിക്കാം. കയ്യ്, കാല് അങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളേക്കും പാരലൈസ് ആവാം. പിന്നെ അത് കംപ്ലീറ്റ് യു ഹാവ് നോ കൺട്രോൾ ഓവർ എനി മസിൽസ്. മറ്റേതെന്ന് പറഞ്ഞാൽ ചില ഒരു ഭാഗങ്ങൾക്ക് മാത്രമാണെങ്കിൽ, ഇത് ഭാഗികമായിട്ടാണെങ്കിൽ എല്ലാ ഭാഗങ്ങളെയും ഒരുമിച്ച് ചലിപ്പിക്കാൻ കഴിയില്ല. പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഒരു പേശികളും ചലിപ്പിക്കാൻ കഴിയില്ല. Some people's paralysis can also be broken down into 2 types based on the sites of injury in your nervous system. Nervous systemത്തില് 2 ടൈപ്പായിട്ട് ഫേഷ്യൽ ആൻഡ് സ്പെസിഫിക്. എന്നുവെച്ചാൽ മങ്ങിയതായിട്ടും സ്പെസിഫിക് ആയിട്ടും വേണം. എന്നാൽ പേശികൾ ദുർബലമാവുകയും പിന്നെ വളരെ പെട്ടെന്ന് അത് അയഞ്ഞു പോവുകയും ചെയ്യുന്നു, അങ്ങനത്തെയും ഉണ്ട്. സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ യുവർ മസിൽസ് ലൈറ്റൺ വിത്ത് ഇൻവോളണ്ടറി, എന്താ പറയാ, പേശികൾ ഇങ്ങനെ പെട്ടെന്ന് മുറുകുകയും പെട്ടെന്നൊരു എന്താ പറയാ ഞെട്ടല് പോലെയൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളതൊക്കെയാണ് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. അത് ചില ആളുകളിലൊക്കെ ആണെങ്കിൽ അത് താൽക്കാലികമായിട്ടും ഉണ്ടാവുകയും പിന്നെ അത് കുറെ കഴിയുമ്പോൾ തന്നെ പൂർണ്ണമായിട്ടും ചലനം വീണ്ടെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കാറുണ്ട്. അതേപോലെ തന്നെ പാരലൈസിസ് നെയിം ഫോർ പാരലൈസ് അക്കോമഡേറ്റ് ഫോർ ദ ടേംസ് ടൈപ്പ് ഓഫ് പാരലൈസിസ്. പാരലൈസിസ് പല തരത്തിലുണ്ട്. ബെൽസ് പാൽസി. ബെൽസ് പാൽസി എന്ന് പറയുന്നത് affected a small section of your body. ബോഡിയിലെ ചില ഭാഗത്ത് മാത്രം. സാധാരണ മുഖത്തെ പേശികളൊക്കെ അങ്ങനെ തളർത്തുന്നത്. അതേപോലെ തന്നെ പാൾസി, ഒരു വലിയ പ്രദേശത്തെ ഒരു സൈഡ്, ഒരു ഭാഗം മാത്രമായിട്ട് ഉണ്ടാവുന്ന പാരലൈസിസും ഉണ്ട്. അതിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പാരലൈസിസ് ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തെ ഭാഗങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ ചലിപ്പിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ പക്ഷാഘാതം എന്നാണ് അതിന് പറയുന്നത്. സുഷ്മന നാഡിക്കുണ്ടാകുന്ന പരിക്കുകളും പെട്ടെന്നുള്ള പാരലൈസിസ് ഉണ്ട്. നമ്മൾ സ്ട്രോക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സ്ട്രോക്ക് ആൻഡ് സ്പൈനൽ കോഡ് ഇഞ്ചറീസ്, ഒരു ആക്സിഡന്റ് ഒക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പൈനൽ കോഡ് ഇഞ്ചറീസ് ഒക്കെ വരുമ്പോൾ ഇതേപോലെ പാരലൈസ്ഡ് ആവണ്. പിന്നെ ചിലവർക്ക് പ്രായമായിക്കൊന്നുമല്ല, അതിനുള്ളവർക്കും സ്ട്രോക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പാരലൈസ് ആവാറുണ്ട്.
പിന്നെ ലോസ് ഓഫ് ഫീലിങ്സ് ആൻഡ് മസിൽസ് കൺട്രോൾ, പെട്ടെന്ന് പേശികളുടെ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോഴും പാരലൈസസ് ഉണ്ടാവാറുണ്ട്. ഇതിന് ടെസ്റ്റ് നമ്മളിപ്പോ പാരലൈസിസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സ്റേ, അത് ബോൺസിൽ ഉണ്ടാവുന്ന അതേപോലെ നെർവസ് ഇഞ്ചറിക്കൊക്കെ ഉണ്ടാവുന്ന ഇത് തളർച്ചയും കാര്യങ്ങളും കണ്ടെത്താൻ വേണ്ടിയിട്ട് എക്സ്റേ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ CT സ്കാൻ, MRI, ഇതൊക്കെ ബ്രെയിനിൽ വരുന്ന ഇഞ്ചറീസ്, സ്ട്രോക്ക്, ബ്രെയിൻ സ്പൈനൽ ഇഞ്ചറീസ്, അതൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് CT സ്കാൻ, MRI സ്കാൻ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതേപോലെ തന്നെ EMG എന്നുള്ളത് ഇലക്ട്രോ മയോഗ്രെയിൻ, അത് പേശികളുടെയും നാഡികളുടെയും ഉള്ളിലേക്ക് ഒരു വൈദ്യുതി പ്രവാഹം പോലെ ഉണ്ടാവും. അതിനും കൂടുതൽ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പാരലൈസ് ആവും. അങ്ങനത്തെയുള്ള പ്രശ്നങ്ങളാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണെങ്കിൽ EMG എന്നുള്ളത്, ഇലക്ട്രോ മൈക്രോഗ്രെയിൻ എന്നുള്ള ഒരു ടെസ്റ്റ് നടത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കണ്ടെത്താൻ പറ്റും. പിന്നെ അതിന് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പാരലൈസ് ട്രീറ്റ്മെന്റ് യൂഷ്വലി ഇൻക്ലൂഡ് ഫിസിക്കൽ, ഒക്യുപേഷണൽ ആൻഡ് സ്പീച്ച് തെറാപ്പി. എന്താ പറയാ, സാധാരണയായിട്ട് ശാരീരികമായിട്ട് ഉള്ളത്, അത് ഇതൊക്കെ നമ്മൾ സ്പീച്ച് തെറാപ്പി, അതേപോലെ എക്സസൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇതിന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പ്രൊവൈഡ് എക്സസൈസ് ആൻഡ് അഡാപ്റ്റീവ് ആൻഡ് അസിസ്റ്റീവ് ഡിവൈസ്, അതൊരു ഉപകരണമാണ്. അഡാപ്റ്റീവ് എന്നുള്ള ഒരു ഉപകരണമാണ്. ആ ഉപകരണം വെച്ചിട്ട് നമുക്ക് കൂടുതലും നമ്മുടെ മസിൽസിന്റെ ഫങ്ഷൻസ് ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു മെഷീൻ പോലത്തതാണ്. ആ ഉപകരണങ്ങൾ വെച്ചിട്ടും നമുക്ക് കൂടുതൽ അതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രേ ഉള്ളൂ. താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Okay. Okay. Thank you, Adira. Thank you. Next. Okay, thank you. Next, Shaiba. യെസ്. Okay, present ചെയ്തോളൂ. ഞാൻ ട്യൂബർകുലോസിസിനെ പറ്റിയാണ്. TB. TB is a serious preventable and curable bacterial infection. TB അതായത് ക്ഷയരോഗം, ഇത് ഗുരുതരവും തടയാവുന്നതും ഭേദമാക്കാവുന്നതുമായ ഒരു ബാക്ടീരിയ അണുബാധയാണ്. ടൈപ്പിക്കലി എഫക്റ്റ് ഇൻ ദ ലങ്സ്. ഇത് സാധാരണയായി ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത്. പക്ഷെ ഇവ തലച്ചോറ്, നട്ടെല്ല്, വൃക്കകൾ തുടങ്ങിയ മറ്റ് അവയവങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ള ഒന്നാണ്. ഇത് രോഗബാധിതരായ ഒരാളുടെ സംസാരത്തിലൂടെ, വായുവിലൂടെ പകരുന്നു. തുടർച്ചയായ ചുമ, അതായത് രക്തത്തോടൊപ്പമുള്ളത്, പനി, രാത്രി വിയർക്കൽ, ക്ഷീണം, ശരീരഭാരം കുറയൽ തുടങ്ങിയ ലക്ഷണങ്ങളാണ് ഇതിൽ പ്രകടിതമാകുന്നത്. ചികിത്സ ലഭിക്കാത്ത പക്ഷം ഈ രോഗം മാരകമാകുന്നതിനാൽ പ്രത്യേകിച്ച് രോഗപ്രതിരോധ ശേഷി കുറവുള്ളവർക്ക് ആന്റിബയോട്ടിക് ഉപയോഗിച്ച് ചികിത്സ നിർണായകമാണ്. ഇത് മൈക്കോബാക്ടീരിയൽ ട്യൂബർകുലോസിസ് ബാക്ടീരിയ ആണ് ഇതിന്റെ കാരണമാകുന്നത്. രോഗബാധിതരായ ഒരാൾ തുമ്മുകയോ ചുമക്കുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ വായുവിലൂടെ ഈ രോഗം പടരുന്നു. TBനെ രണ്ട് വിധത്തിൽ തിരിക്കാം. അതായത് ലാറ്റന്റ് TBയും ആക്റ്റീവ് TBയും. അതായത് ലേറ്റന്റ് TB എന്ന് വെച്ചാൽ ഒളിഞ്ഞിരിക്കുന്ന ക്ഷയം. അത് ബാക്ടീരിയ ആർ ഇൻ ദ ബോഡി ബട്ട് ഇൻആക്റ്റീവ് വിത്ത് നോ സിംറ്റംസ് ആൻഡ് നോട്ട് കൺടേജിയസ്. അതായത് ബാക്ടീരിയകൾ ശരീരത്തിനുണ്ട് ഉണ്ടെങ്കിലും നിഷ്ക്രിയമാണ്. രോഗലക്ഷണങ്ങൾ ഉണ്ടാവില്ല, അത് പ്രകടിപ്പിക്കുകയുമില്ല.
ആക്റ്റീവ് ടി വി എന്ന് വെച്ചാൽ സജീവക്ഷയം. എന്നുവെച്ചാൽ ബാക്ടീരിയ മൾട്ടിപ്ലൈ, കേസിൻ ഇൽനസ് ആൻഡ് പൊട്ടൻഷ്യൽ സ്പ്രെഡ് റിക്വയറിംഗ് ട്രീറ്റ്മെന്റ്. അതായത് ബാക്ടീരിയകൾ പകരുകയും ഇത് രോഗത്തിനും വ്യാപനത്തിനും കാരണമാവുകയും ചെയ്യുന്നു. ചികിത്സ ആവശ്യമാണ്. ഇതിന്റെ വാക്സിനേഷൻ എന്ന് വെച്ചാൽ BCG ആണ്. BCG നമ്മ ജനിക്കും തന്നെ പിള്ളേരിലേക്ക് BCG എടുക്കൂലേ, അതാണ് ഇതിന്റെ വാക്സിനേഷൻ എന്ന് പറയുന്നത്. അത്രേ ഉള്ളു. ഹലോ, Thank you, Shaiba. Next, Naomi. Yes. Okay, present ചെയ്തോളൂ. Okay. Thank you. ഞാൻ പ്രസന്റ് ചെയ്യുന്നത് ആസ്മയെ കുറിച്ചാണ്. Asthma is a chronic lung disease where airways become inflamed, swollen, and narrowed, making it hard to breathe, and causing symptoms like wheezing, coughing, chest tightness, and shortness of breath, often triggered by allergies, exercise, cold air, or smoke, but it can be managed with treatment and avoiding trigger. ആസ്മ എന്നത് വിട്ടുമാറാത്ത ശ്വാസകോശ രോഗമാണ്. ഇത് ശ്വാസകോശത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയും ശ്വാസം തടസ്സം, ചുമ, നെഞ്ചിടിപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. മാത്രമല്ല പലപ്പോഴും ഇത് അലർജി, തണുത്ത കാലാവസ്ഥ, പുക എന്നിവ കൊണ്ടാണ് ഉണ്ടാവുന്നത്. വാട്ട് ഹാപ്പൻ ഇൻ ആസ്മ? ഇൻഫർമേഷൻ, അതായത് വീക്കം, ശ്വാസനാളത്തിൻ്റെ പാളികൾക്ക് വീക്കം സംഭവിക്കുമ്പോൾ വരും. മസിൽ ടൈറ്റിങ്, പിന്നെ മ്യൂക്കസ് പ്രൊഡക്ഷൻ, അതായത് കഫം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും. റെഡ്യൂസ് എയർ ഫ്ലോ എന്നിവ കൊണ്ടാണ് ചെയ്യുന്നത്. കോമൺ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ കോമൺ ലക്ഷണം വീസിങ്, കാഫിങ്, ചെസ്റ്റ് ടൈറ്റ്നസ് ഓർ പെയിൻ, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, അതായത് ശ്വാസമുട്ട്, ചുമ, നെഞ്ചുവേദന, പിന്നെ വേദന, അങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഇതിന് ഉണ്ടാവുന്നത്. കോമൺ ട്രിഗർ എന്ന് വെച്ചാൽ അലർജിക്ക് എന്ന് വെച്ചാൽ ഈ പൊടിപടലങ്ങൾ, വളർത്തുമൃഗങ്ങളുടെ രോമങ്ങളിൽ നിന്ന് വന്ന ആ ഒരു രോമങ്ങൾ കൊണ്ട് ഒരു അലർജി ഉണ്ടാവുമല്ലോ, അപ്പം അത്, പിന്നെ പൂപ്പല് എന്നിവ കൊണ്ട് അലർജിക്ക് ഉണ്ടാകാറുണ്ട്. പിന്നെ ഇറിറ്റേഷൻസ് എന്ന് വെച്ചാൽ സ്മോക്കിംഗ്, പൊല്യൂഷൻ, സ്ട്രോങ് സ്മെല്ല്, പിന്നെ എക്സസൈസ്, കോൾഡ് എയർ, തണുത്ത കാലാവസ്ഥയിൽ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. പിന്നെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, സ്ട്രെസ് ഓർ സ്ട്രോങ് ഇമോഷൻസ്. മാനേജ് ചെയ്യണത് ഇതിന് ചികിത്സയില്ല. ആസ്മക്ക് പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല. അത് ആസ്മ നന്നായി നമ്മൾ കൈകാര്യം ചെയ്താലും മാത്രമേ ഇത് ഒന്ന് കുറഞ്ഞു കിട്ടുള്ളൂ. പിന്നെ ട്രീറ്റ്മെന്റ് ഇൻവോൾവ്സ് അവോയ്ഡിങ് ട്രിഗർ, മോണിറ്ററി സിംറ്റംസ് ആൻഡ് യൂസിങ് മെഡിസിൻസ്. ഈ സിംറ്റംസ് കാണുമ്പോൾ തന്നെ നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്താലേ ഇവർക്കത് ഒന്ന് കുറഞ്ഞു കിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. താങ്ക് യു. Thank you, Naomi. Next, Nikita. Yes. കേൾക്കാവോ? കേൾക്കാം, പ്രസന്റ് ചെയ്തോളൂ. Good morning, everyone. Today I would like to talk about serious health issue that is affecting many children today, childhood obesity. Childhood obesity അല്ലെങ്കിൽ കുട്ടികളിലെ പൊണ്ണത്തടിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. Childhood obesity is a serious medical condition where a child is well above the normal weight for their age and height. ഒരു കുട്ടിയുടെ പ്രായത്തിനും ഉയരത്തിനും അനുസരിച്ചുള്ള ഭാരത്തേക്കാൾ കൂടുതൽ ഭാരം വർദ്ധിക്കുന്ന അവസ്ഥയാണ് ചൈൽഡ്ഹുഡ് ഒബിസിറ്റി. നമ്മൾ സാധാരണ കുഞ്ഞുങ്ങളെ എപ്പോഴും തടി വെച്ച് കാണാനായിരിക്കും മാതാപിതാക്കള് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ അത് ഹെൽത്തി ആയിട്ടുള്ളതാണോ അൺഹെൽത്തി ആയിട്ടുള്ളതാണോ എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. കുട്ടികളിലെ
ഇത് ഉണ്ടെന്ന BMI എന്ന് പറയുന്ന ബോഡി മാസ് ഇൻഡെക്സ് ചാർട്ടുകളാണ് ഇതിന് അറിയാൻ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് എ ഗ്രോയിങ് ഗ്ലോബൽ ഹെൽത്ത് കൺസേൺ. ഇതൊരു ആഗോള ആരോഗ്യ പ്രശ്നമാണ്. ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ അൺഹെൽത്തി ഡയറ്റ്, അതായത് തെറ്റായ ഭക്ഷണ രീതികൾ, പ്രത്യേകിച്ച് ജങ്ക് ഫുഡ്, കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ, മധുര പലഹാരങ്ങൾ എന്നിവയുടെ അമിത ഉപയോഗം ഒരു കാരണമാണ്. അടുത്തത് ഫിസിക്കൽ ഇൻആക്ടിവിറ്റി, സ്പെൻഡിങ് ടു മച്ച് ടൈം ഓൺ മൊബൈൽ ഫോൺ ആൻഡ് TV ഇൻസ്റ്റെഡ് ഓഫ് പ്ലേയിങ് ഔട്ട്സൈഡ്. ശാരീരിക വ്യായാമത്തിന്റെ കുറവ്, കുട്ടികളിൽ കൂടുതൽ സമയം മൊബൈൽ ഫോണിലോ TVയിലോ ചെലവഴിക്കുന്നത് ഇതിനൊരു പ്രധാന കാരണമാണ്. അടുത്തത് ജനറ്റിക് ഫാമിലി ഹിസ്റ്ററി ഓഫ് ഒബിസിറ്റി, അതായത് പാരമ്പര്യമായിട്ട് കുടുംബത്തിൽ ഉള്ള ആർക്കെങ്കിലും അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് കുട്ടികളിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഉറക്കമില്ലായ്മ, കൃത്യസമയത്ത് ഉറങ്ങാത്തത് ഹോർമോൺ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ. കുട്ടിക്കാലത്ത് അമിത വണ്ണം ഭാവിയിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഹെൽത്തി ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ടൈപ്പ് 2 ഡയബറ്റിസ്, ഹൈ ബ്ലഡ് ഷുഗർ ലെവൽ അറ്റ് എ യങ് ഏജ്, പിന്നെ ഹാർട്ട് ഇഷ്യൂ ചാൻസ് ഉണ്ട്, ഹൈ ബ്ലഡ് പ്രഷർ ആൻഡ് കൊളസ്ട്രോൾ, ബ്രീത്തിങ് പ്രോബ്ലം, ആസ്മ ആൻഡ് സ്ലീപ്പ് അപ്ന, മെന്റൽ ഹെൽത്ത്, ലോ സെൽഫ് എസ്റ്റീം ആൻഡ് ആങ്സൈറ്റി ഡ്യൂ എ ബെല്ലി, അതായത് ചെറിയ പ്രായത്തിൽ തന്നെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുക, ഹൃദ്രോഗ സാധ്യത, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ എന്നിവയുടെ വർധനവ്, ശ്വാസതടസ്സം, ആസ്മ, ഉറക്കത്തിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, പിന്നെ മാനസികമായിട്ട് കുട്ടികള് ആത്മവിശ്വാസക്കുറവ് വരുന്ന അവസ്ഥ, ഇതൊക്കെയാണ് ഇതിന്റെ ആരോഗ്യ പ്രശ്നങ്ങള്. ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഇതിന് മരുന്നോ പ്രത്യേകിച്ച് വാക്സിൻ ഒന്നുമില്ല. ഇതിന് പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാല് eat more fruits and vegetables, exercise or playing outside for at least 1 hour daily, limit screen time, drink plenty of water instead of cool drinks. എന്തൊക്കെയാന്ന് വെച്ചാൽ ഭക്ഷണം നിയന്ത്രിക്കുക, വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് നൽകുക, പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ എന്നിവ കൂടുതൽ ഉൾപ്പെടുത്തുക. പിന്നെ ശാരീരിക വ്യായാമം, കുട്ടികളിൽ കളികളിൽ ഏർപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുക. ദിവസവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ശാരീരിക അധ്വാനം ആവശ്യമാണ്. സ്ക്രീൻ ടൈം കുറയ്ക്കുക, മൊബൈൽ, TV, വീഡിയോ ഗെയിംസ് എന്നിവയുടെ ഉപയോഗം പരിമിതപ്പെടുത്തുക. കുട്ടികളുടെ വണ്ണം നിയന്ത്രിക്കുന്നതിന് മാതാപിതാക്കൾ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതിനാൽ മാതാപിതാക്കൾ അത് മനസ്സിലാക്കി നമ്മുടെ ഓരോ കുട്ടികളും ആരോഗ്യത്തോടെ വളരട്ടെ. A healthy lifestyle habits starting for childhood lead to a healthy future. ആരോഗ്യകരമായ ശീലങ്ങൾ കുട്ടിക്കാലം മുതലേ തുടങ്ങുന്നത് നല്ലൊരു ഭാവിക്ക് അനിവാര്യമാണ്. അതിനാൽ നല്ല ആരോഗ്യശീലങ്ങളും ഭക്ഷണശീലങ്ങളും മാതാപിതാക്കൾ മാതൃകയായി കാണിച്ചു കൊടുക്കുക. കഴിഞ്ഞു. താങ്ക് യു നികിത. ആക്ച്വലി ഒരു പ്രശ്നമായിട്ടുള്ള കാര്യമാണ് പൊണ്ണത്തടി. കാരണം ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ അമ്മമാരും കുഞ്ഞുങ്ങൾ ഇച്ചിരി തടി വെച്ച് കാണണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് ആഹാരം കൊടുക്കാറുണ്ട്. മറ്റുള്ള കുട്ടികളെ കമ്പയർ ചെയ്ത് എന്റെ കുഞ്ഞ് ഉണങ്ങിയിരിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. സോ അവര് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, അവർക്ക് അവരുടെ വയസ്സിനനുസരിച്ചുള്ള വെയിറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, നല്ല ആരോഗ്യമുള്ള ഫുഡ് കൊടുക്കുക, അമിതമായിട്ടൊന്നും വലിച്ചുവരി കൊടുക്കാതിരിക്കുക. നല്ലൊരു മെസ്സേജ് ആയിരുന്നു. താങ്ക് യു നികിത. താങ്ക് യു. നെക്സ്റ്റ് ഐശ്വര്യ കെ ഷിബു. യെസ്, പ്രസന്റ് ചെയ്തോട്ടെ? ചെയ്തോളൂ. താങ്ക് യു. ലാപ്റ്റോസ്പൈറോസിസ്, അതായത് എലിപ്പനി. Leptospirosis is a blood infection caused by bacteria of the genes Leptospira that can infect human, dog, rodent, and many other wild and domestic animals. Symptoms can range from known to mild headache, muscle pain, and fever, to severe bleeding,
in the lungs and meningitis. While disease and acute severe for leptospirosis causes the infected individual to become ഐശ്വര്യ, സോറി ഫോർ ദ ഇൻട്രപ്ഷൻ. വോയിസിന് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. ഫോണിന്റെ മൈക്ക് കറക്റ്റ് ആയിട്ടൊന്ന് പിടിച്ചിട്ട് സംസാരിക്കാവോ? ഓക്കെ, ഇപ്പൊ കേൾക്കാവോ? ആ, കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ഡൗൺ ആവുന്നുണ്ട്, വീണ്ടും അപ്പായി വരുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞു. ഓക്കെ ഓക്കെ. ഓക്കെ, താങ്ക് യു. Jaundice. Skin and eyes because yellow. Develop kidney failure and bleed. Bleeding from the lung associated with leptospirosis syndrome has severe pulmonary hemorrhage syndrome. എന്ന് വെച്ചാൽ ലാപ്റ്റോസ്പൈറോസിസ് എന്നത് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ്. മലിനമായ വെള്ളത്തിലോ മണ്ണിലൂടെയോ അല്ലെങ്കിൽ രോഗം ബാധിച്ച ജീവികളുടെ മൂത്രത്തിലൂടെയോ ഇത് പകരാം. പനി, ഹെഡേക്ക്, ഫീവർ, ഹെഡേക്ക്, പേശിവേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ലാപ്റ്റോസ്പൈറോസിസ് ആണ് ജനുസിൽപ്പെട്ട ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു രക്താണുബാധയാണ് ലാപ്റ്റോസ്പൈറോസിസ്. ഇത് മനുഷ്യരുടെയോ നായ്ക്കളുടെയോ എലികളുടെയോ കൂടാതെ മറ്റു വന്യമൃഗങ്ങളുടെയോ വളർത്തുമൃഗങ്ങളുടെയോ ദേഹത്തുനിന്ന് ബാധിക്കാം. ബാധിച്ച വ്യക്തികളുടെ പ്രവർത്തനത്തെയും രക്തസ്രാവത്തെയും ഉണ്ടാക്കാം. ലാപ്റ്റോസ്പൈറോസിസുമായി ബന്ധപ്പെട്ട ശ്വാസകോശത്തിൽ നിന്നുള്ള രക്തസ്രാവത്തെ സിവിയർ പൾമണറി ഹെമറേജ് സിൻഡ്രോം എന്ന് പറയുന്നു. More than 10 genetic types of Leptospira cause disease in humans. Both wild and domestic animals can spread the disease. Most commonly, rodent bacteria are spread to humans through animal urine or feces or water or soil. Contaminated with animal urine and feces coming into contact with the eyes, mouth, or nose, or breaks in the skin in developing countries. The disease occurs most commonly in pest control, farmer and low-income people who live in areas with poor sanitation in developed countries. It occurs during heavy downpour and it is a risk to pet controllers, swage workers, and those involved in outdoor activities in farm and ward area. Diagnosis is typically by testing for antibiotics against the bacteria or finding bacteria DNA in the blood. അതായത് ലാപ്റ്റോസ്പൈറോസിസിന് 10ലധികം ജനിതക ഭേദങ്ങളുണ്ട്. അവയെല്ലാം മനുഷ്യരിൽ രോഗമുണ്ടാക്കാം. വന്യമൃഗങ്ങളുടെയും വളർത്തുമൃഗങ്ങളുടെയും വളർത്തുമൃഗങ്ങളുടെ ഈ രോഗത്തിന് കാരണമായേക്കാം. അതിന്റെ ട്രാൻസ്മിഷന് ഇത് ബാക്ടീരിയ ഇതിന്റെ ലക്ഷണങ്ങള് സിംറ്റംസ്. The symptoms of leptospirosis usually appear 1 to 2 weeks after infection, but the incubation period can be as long as a month. The illness is bypassing is a majority of symptomatic cases. അതായത് രോഗലക്ഷണങ്ങൾ സാധാരണയായി അണുബാധയിലുണ്ടായി 1-2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നത്.
രോഗം ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് രോഗം പരത്തുന്നത് ലാപ്റ്റോസ്പിറ ബാക്ടീരിയം എന്ന ഇതുവഴിയാണ് രോഗം പരത്തുന്നത്. Entering the body through broken skin, eyes, nose, or mouth from contaminated fresh water, from soil, or direct contact with the infected animal urine, pollen, livestock, pets. പിന്നെ റിസ്ക് ഫാക്ടർ എന്ന് വെച്ചാൽ ഒരു രോഗം വരുന്നതിനുള്ള സാധ്യത ഫ്ലൂഡിംഗ്, പുവർ സാനിറ്റേഷൻ, എഗനിസ്റ്റ് കാൽക്കുലേറ്റഡ് വർക്ക്, agriculture work, outdoor activities in middle area and contact with the infected animal. അതായത് താഴ്ന്ന ജാതി താഴേക്കിടയിൽ അവര് ഔട്ട്ഡോർ ജോലി ചെയ്താലും വെള്ളപ്പൊക്കത്തിലൊക്കെ ഈ രോഗം പകരാം. Key point, leptospirosis is a disease caused by bacteria. It affects people and animal. രണ്ടാമത്തെ പോലെ it is spread in the urine of infected animal. മൂത്രത്തിൽ നിന്നും വരാം. Leptospirosis risk after increase after a hemorrhage or fluid when people have contact with contaminated water or soil. If you are or your animal may have leptospirosis, see a health care provider. Thank you. താങ്ക് യു ഐശ്വര്യ. മാമിന്റെ ലിസ്റ്റ് അനുസരിച്ച് എല്ലാവരും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് ഈ ഒരു സെമിനാർ എടുത്തപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ളതും കേൾക്കാത്തതും ഒരുപാട് അസുഖങ്ങളെ കുറിച്ച് നമ്മൾ എന്തായാലും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ കുട്ടികളിൽ നമ്മൾ എന്തുമാത്രം ശ്രദ്ധ കൊടുക്കണം എന്നുള്ളത് ഈ ഒരു സെമിനാർ കൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിന് മാമിന് ഫസ്റ്റ് താങ്ക്സ് പറയുന്നുണ്ട്. കാരണം കുട്ടികളെ എത്രത്തോളം ശ്രദ്ധിക്കണം, എന്തെല്ലാം അസുഖങ്ങൾ വരാമെന്ന് നമ്മളെ ഒരു ബോധവൽക്കരണ പരിപാടിയായിട്ട് എടുക്കാൻ ഈ ഒരു സെമിനാർ സാധിച്ചു എന്നത് എൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള ഒരു ഒപ്പീനിയൻ ആണ്. താങ്ക് യു മാം. മാം ക്ലാസ്സിലേക്ക് കയറുന്നുണ്ടോ? ഞാൻ അവതരിപ്പിച്ചിട്ടില്ല. പേര് മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നോ? ഇല്ല, ഞാൻ ഇപ്പനാരെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ശരി, എടുത്തോ. എന്റെ പേര് അല്ല, മുൻഷിദ. സോറി മുൻഷിദ. ലാസ്റ്റ് ഒരാളൂടെ ഉള്ളൂ. സോ മാമിന്റെ കൂടെ പെർമിഷൻ എടുത്തിട്ട് ഞാൻ പ്രസന്റ് ചെയ്യാൻ പറയുന്നുണ്ട്. കണ്ടിന്യൂ ചെയ്തോ. എന്റെ ടോപ്പിക്ക് അപസ്മാരാണ്. കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്നത് പനിയോടനുബന്ധിച്ചുള്ള അപസ്മാരാണ്. ഇത് 5 വയസ്സ് അത് 6 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് സാധാരണ കണ്ടുവരുന്നത്. ഇതിന് പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് കൈയും കാലും ബലം എടുത്തുകൊണ്ടും കണ്ണുകൾ മുകളിലേക്ക് പോവുക, ചുണ്ടൊക്കെ നീല നിറമാകുക, ഒരു വിറയലുമാണ്. അപസ്മാരം എന്നത് ശരീരത്തിൽ ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന താപനിലയിലുള്ള വ്യത്യാസം കാരണമാണിത് ഉണ്ടാകുന്നത്. ഇതിന് പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ എത്രയും പെട്ടെന്ന് കുട്ടിയെ ചെരിച്ച് കിടത്തുക, നനച്ച് തുടക്കുക, പനിയുടെ ചൂട് കുറക്കാൻ പരമാവധി ശ്രദ്ധിക്കുക എന്നതാണ്. ഇതിന് മരുന്ന് ഒരു ഫ്രൂസിയ എന്ന മരുന്നാണ്, ചെറിയൊരു ഗുളികയാണ്. അത് പകുതിയാണ് സാധാരണ കൊടുക്കാറ്. 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പകുതിയും അതിന് മുകളിൽ ഉള്ള കുട്ടികൾക്ക് 1/4 എന്ന രീതിയിലാണ് കൊടുക്കുന്നത്.
ഇങ്ങനെയുള്ള കുട്ടികൾക്ക് എപ്പോഴും രക്ഷിതാക്കളുടെ കയ്യിൽ പാരസെറ്റാമോൾ അതുപോലെ ഫ്യൂസിയം എന്ന ഇതിന്റെ മരുന്നും എപ്പോഴും കയ്യിലുണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള കുട്ടികളെ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. ഒരു ചെറിയ ജലദോഷം വന്നാൽ പോലും അവരെ എടുത്തു നിന്ന് മാറാൻ പാടില്ല. എപ്പോഴാണ് ഇത് ഉണ്ടാകുക എന്നറിയില്ല. അതുകൊണ്ട് ചെറിയ പനി വരുമ്പോൾ പോലും ഈ മരുന്ന് കൊടുക്കേണ്ടതാണ്. ഇത് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ചില കുട്ടികൾക്ക് വയറിളക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തൊള്ളിയിൽ നിന്ന് നൊരയും പതയും വരും. അതിനെ തുടർന്നാണ് ചെരിച്ച് കിടത്തേണ്ടത്. അല്ലെങ്കിൽ മൂക്കിലേക്ക് കയറി അത് ബുദ്ധിമുട്ടായി വരുന്നതാണ്. ഇത് അങ്ങനെ പേടിക്കേണ്ട ഒരു രോഗമല്ല, എന്നാൽ അതുപോലെ പേടിക്കും വേണം. ഒരു 5 മിനിറ്റ് അതിൻ്റെ അപ്പുറം ഇത് ഉണ്ടാവാൻ പാടില്ല കുട്ടികൾക്ക്. അത് കൂടുതലായി കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിനെ ബാധിക്കും. തലച്ചോറിനെയൊക്കെ അത് ബാധിക്കുന്നതാണ്. തടസ്സമൊക്കെ ഉണ്ടാകും. അപ്പോൾ കുട്ടിയുടെ ജീവൻ തന്നെ അപകടത്തിലേക്കാകും. ഇതിന്റെ സമയം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണേ. എത്ര നേരം എന്നൊക്കെ ഡോക്ടർമാരെ കാണിക്കുമ്പോൾ അത് ചോദിക്കും. 5 മിനിറ്റിലേറെ കൂടാൻ പാടില്ല. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ വസ്ത്രങ്ങളൊക്കെ കഴിച്ചിടുക. കുട്ടികളുടെ കാലിൻ്റെ അടിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഉണ്ടാവുന്ന കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്നത് പനി ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ ചിലപ്പോൾ അവർ അധികമായി വാശി പിടിക്കുക, അതുപോലെ കുറുമ്പ്, ദേഷ്യം എന്നൊക്കെ സാധാരണയായി കണ്ടുവരുന്നതാണ്. എൻ്റെ 2 കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഞാൻ ഈ പറയുന്നത്, എൻ്റെ അനുഭവം വെച്ച്. ഇതൊരു പകരുന്ന രോഗമൊന്നുമല്ല, എന്നാൽ ഒരു പാരമ്പര്യ രോഗം എന്ന് പറയാം. ഉമ്മാക്കോ ഉപ്പാക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കുട്ടികൾക്കും ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ഒരു കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, മുതിർന്ന കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് താഴെയുള്ള കുട്ടികൾക്ക് ഉണ്ടാകാനും സാധ്യത കൂടുതലായിട്ട് കാണാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എൻ്റെ അനുഭവത്തിൽ പറഞ്ഞതാണ്. എൻ്റെ കുട്ടികൾക്ക് 2-3 തവണ ഉണ്ടായിട്ടുണ്ട്. അത് രക്തം ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ മനസ്സിലാകും. എന്താന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ രക്ഷിതാക്കൾ സാധാരണ കുട്ടികൾക്ക് എന്തുണ്ടായാലും ഒരു ബേജാറാകും. അതാണ് സാധാരണ ഇത് കാണുമ്പോഴും ബേജാറാകും. അങ്ങനെ ഒരു പേടിക്കേണ്ട ഒരു രോഗമല്ല. നമ്മളപ്പോൾ ഏറെ ശ്രദ്ധ ചെലുത്താൻ വേണ്ടിയത് ആ സമയത്ത് കുട്ടികൾക്കൊന്നും കൊടുക്കാതിരിക്കാൻ നോക്കുക. അതിൽ നിന്നും വിട്ടുമാറുന്നത് വരെ അവർക്ക് ഭക്ഷണമോ വെള്ളം നമ്മൾ എന്തെങ്കിലും അർജന്റ് കുട്ടി മാറട്ടെ എന്ന് കരുതി ഒന്നും കൊടുത്താൽ അത് അപകടകരമാകും. എത്രയും പെട്ടെന്ന് നനച്ച് തോത്തി അവരുടെ താപനില കുറക്കുക എന്നതാണ് ഏറ്റവും വലിയ പരിഹാരം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മുൻഷി. ഓക്കെ, താങ്ക് യു. അതോടെ ചെയ്തു. ഓക്കെ, അപ്പോ ഇന്ന് സെമിനാർ എടുത്ത എല്ലാവരും നല്ല രീതിയിൽ സെമിനാർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു ഓൾ. സൈനോട്ട് പറയുന്നില്ലേ? ആര് സൈനോട്ട് പറയുന്നേ? ഞാൻ തന്നെ പറഞ്ഞേക്കാം. ഓക്കെ, നയന പറഞ്ഞോളാം. ഓക്കെ, പക്ഷേ എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. കാരണം ഇത്രയും ഒരുപാട് രോഗങ്ങളുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. സോ അതെങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം, അതെങ്ങനെ നമുക്ക് ക്യൂർ ചെയ്യാം, കുഞ്ഞുങ്ങളെ അതിൽ നിന്ന് നമുക്ക് എങ്ങനെയെല്ലാം അവരെ പുറത്തു വരാനായിട്ട് ഹെൽപ്പ് ചെയ്യാന്നുള്ള നല്ല രീതിയിൽ എല്ലാവരും പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും മാമിന് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു സെമിനാർ കൊണ്ട് എല്ലാവർക്കും നല്ലൊരു മെസ്സേജ് ആണ് കിട്ടിയിരിക്കുന്നത്. സ്വന്തം കുഞ്ഞുങ്ങളെ, അതുപോലെ നമ്മൾ ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് അവിടുത്തെ കുഞ്ഞുങ്ങളെ, ഏറ്റവും കൂടുതലും സ്കൂൾ ടൈമിൽ കുഞ്ഞുങ്ങൾ നമ്മളോടൊപ്പം ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അച്ഛനമ്മമാരൊക്കെ അവരുടെ അടുത്ത് നിൽക്കുന്നതിനേക്കാളും. അപ്പോൾ നമുക്ക് അവരെക്കാളും പെട്ടെന്ന് നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. ഈ ഒരു സെമിനാറിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കും അതല്ലാത്ത ടോപ്പിക്കും എല്ലാം നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ. സോ ഈ ഒരു സെമിനാർ അവതരിപ്പിച്ച എല്ലാവർക്കും നന്ദി, അതുപോലെ മാമിന്. ഓക്കെ,
ഈ സെമിനാർ നല്ല രീതിയിൽ ഇപ്പൊ 2-3 ദിവസമായിട്ട് നമ്മൾ തന്നെ കണ്ടിന്യൂ ചെയ്യാണ് 2 ക്ലാസ് ആയിട്ട്. സോ എല്ലാവരും ആ ടോപ്പിക്കുകൾ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. അപ്പോ എല്ലാവർക്കും നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ഓൾ. താങ്ക് യു മിസ്. താങ്ക് യു മാം. താങ്ക് യു. Thank you, Thank you, Miss. ma'am.